ഫസൽ എന്ന് പറഞ്ഞാൽ ഈ സാദാത്യങ്ങളുണ്ടല്ലോ, അവർക്ക് ചിലർക്ക് പ്രത്യേക ആദാത്തുകളുണ്ട്. അത് ആദത്ത് പ്രത്യേക ശറയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ഒരു നേതാവ് ഒരു വർക്കത്താക്കപ്പെട്ട ആളെ ചെയ്താൽ അതൊരു ആദത്തായി. സാദാത്തുൽ ആദാത്ത്, ആദാത്തുൽ സാദാത്ത് എന്ന് പറഞ്ഞു. ആദാത്തുൽ സാദാത്ത് സാദാത്തുൽ ആദാത്ത് എന്നല്ല, ശറയിൽ അമ്രുല്ല നഹിയുമില്ല. അപ്പം മുൻകഴിഞ്ഞ മഹാന്മാർ ചെയ്ത് ശീലിക്കുന്നുണ്ട്, അതൊരു വർക്കത്തുണ്ട്. അതാണ് ഫി അമലി സലഫി സാലിഹി മിൻ ആലി അബി അലവി, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സലഫു സാലിഹിൻ്റെ അമല്. ആദുമാന ആദാത്തിഹിമുൽ ഹസന, അവരുടെ പ്രത്യേക ഒരു നല്ല ആദാത്തുമുണ്ട്. അൽ ഖൈറു കുല്ലുഹു ഫി ഇത്തിബാഇ സലഫ്, അത് ജൗഹറത്തിലോതില്ലേ, വകുല്ലു ഖൈറിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഖൈറും നിൽക്കുന്നത് അല്ലാഹു തആലയുടെ അംഗീകാരം കിട്ടിയ സലഫു സാലിഹീങ്ങളുടെ ആദത്ത് ചിലപ്പോൾ എന്താവില്ല, കിതാബിൽ എവിടെയും കാണൂല, പക്ഷെ ആദത്തിൽ എല്ലാ ഖൈറും ഉണ്ടെന്ന്. വകുല്ലു ശർറിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്, ശേഷക്കാരുണ്ടാക്കിയ കെട്ടിയുണ്ടാക്കിയ ഓരോ നടപ്പുണ്ട്, അതൊക്കെ മുഴുവൻ ഷർറുവാ. ഇവരൊക്കെ മുന്നിട്ടിരുത്തുന്നതിന് വലിയ ആക്ഷേപമാണ്, പടക്കം പൊട്ടിക്കുന്നതിന് യാതൊരു ആക്ഷേപവുമില്ല. അപ്പം പടക്കം പൊട്ടിക്കൽ സുന്നത്താന്ന് പറഞ്ഞ കിതാബിൽ ഇത് ചേർത്ത് വായിച്ചാൽ മതി. وقال سيدنا الإمام أحمد بن حسن اللطاس رضي الله عنه പറയുന്നു, അൽ ഖൈറു ഫി ഇത്തിബാഇ സലഫി സാലിഹ്, സലഫു സാലിഹീങ്ങളെ പിൻപറ്റുന്നതിൽ ഖൈറുണ്ട്. വൽതിസാമി മാ ഹസു അലൈഹി, അവർ പ്രേരിപ്പിച്ച കാര്യങ്ങളെ മുറുകെ പിടിക്കലിലും ഖൈറുണ്ട്. അത് ആദത്താവട്ടെ ഇബാദത്താവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദത്തുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഖൈറുണ്ട്. അപ്പൊ ആദത്തിൽ ഇത്തിബാഇല്ലാന്ന് ശേഷം പഠിപ്പിച്ചാലേ ശേഖന്റെ കൗലാമ സ്വീകരിക്കൂല, അത് ശേഖനെ വേണ്ട. അതുപോലെ കിതാബ് ചിലണ്ടാവും, ഇന്ന കിതാബ് മുറുകെ പിടിക്കണം, ഓർക്കൊരു ലാസിമാണ്. തഫ്സീറിന്റെ കിതാബിൽ ഇന്നത്, തസൂഫിന്റെ കിതാബിൽ ഇന്നത്, അത് ബഹുലുക്കിൻ ചില സ്വഭാവങ്ങൾ, വഫിഇലിൻ വതർക്കിൻ വഹുവ മശ്റൂഹൻ ഫീ കുതുബിഹിം, അത് അവരുടെ കിതാബിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അൽ മൗളൂഅത്തി, അതിന് ഒരു രചിച്ച കിതാബുകളിൽ അതങ്ങനെ ബിനിയ്യത്തിൽ അമലി, അമലിന്റെ നിയ്യത്തോട് കൂടിച്ച്, അത് മിൻ ഫിഖ്ഹിൻ വഗൈരിഹി. വമൻ ഇത്തബഅ സലഫ ലാ യഗ്ലതു വലാ യത്ഹദു, സലഫു സാലിഹീങ്ങളെ പിൻപറ്റിയാൽ വഴിക്ക് പിഴവും ഉണ്ടാവില്ല, പിന്നെ തളർന്നു പോകാനുണ്ടാവില്ല, താഴ്വില്ല. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സഅലു കുല്ലു ശനിഫി തഖ്യീദി അമാലി സലഫി, അതാ അമാലു സലഫിന് എന്താക്കണം, പ്രത്യേക കൈത് കൊടുക്കുക. ഇന്ന എന്ന പണിയിൽ നമുക്ക് മുൻകഴിഞ്ഞ ഇമാമിങ്ങളിൽ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഉസ്താദന്മാരിൽ മാതൃകയുണ്ട് എന്ന്. വഹിഫദി മാലഹും മിനൽ അഖ്ലാഖിൽ മഹ്മൂദ, സ്തുത്യർഹമായ അഖ്ലാഖിനാൽ അവർക്കുള്ളത് ആടെ പാഠമാക്കി വെക്കുക. വൽ അമാലി സാലിഹത്തും ഉണ്ടാവും. എന്തിനാ, ലിയഖ്തദിയ ബിഹിം മൻ ബഅദഹും, ശേഷം വരുന്ന ആളുകൾക്ക് അവരെ മാതൃകയാക്കാൻ വേണ്ടിയാണ്. ലാ ജംഇൽ കറാമാത്തി വനഹലിഹ, കുറെ കറാമാത്ത് ഒരുമിച്ച് കൂട്ടലല്ല വേണ്ടത് എന്നാ പറയും. ഓർ നാട്ടിൽ നടപ്പിലാക്കി തന്ന ആദത്ത്, ഇന്നതിന് ശേഷം യാസീൻ ഓതാറുണ്ടായിരുന്നു, ഇന്നതിന് ശേഷം ഇന്ന ദിക്റെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒരുമിച്ച് കൂട്ടുക. കുറെ കറാമത്തും ഉള്ളതും ഇല്ലാത്തതുമായ കറാമത്ത് വാരിക്കൂട്ടലല്ല വേണ്ടതെന്നാണ്. കുറച്ച് മുട്ടർ കാസറ്റ് ഉൾപ്പായിരിക്കുന്നത് ആയിക്കോട്ടെ, പൊള്ളലേറ്റാലോ ആശുപത്രിയിൽ പോയിക്കോട്ടെ. സലഫു സാലിഹീങ്ങൾ അഹ്വാല് മുഴുവനും പ്രകാശമാണ്. അൽ ആദത്തു വൽ ഇബാദ, കണ്ട, ആദത്താവട്ടെ ഇബാദത്താവട്ടെ. ലിഅന്നഹാ തസ്റു അൻ നിയ്യാത്തിൻ സാലിഹത്തിൻ വമഖാസിദ ഹസന, എന്തുകൊണ്ട് അവർക്ക് എന്തിനും നല്ലൊരു നിയ്യത്താണ്. നിയ്യത്ത് കൊണ്ട് എന്തായി, സാലിഹായ അമലായി മാറിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇക്സീർ ചിലപ്പോൾ അമല് മുബാഹായിരിക്കും, ചെയ്താൽ കൂലിയില്ല, എടുത്താൽ തെറ്റുമില്ലാത്ത മുബാഹായിരിക്കും. പക്ഷെ നമ്മളെ നിയ്യത്തും സാലിഹത്തും ചോദിച്ചപ്പോൾ അത് സ്വർണ്ണം കട്ടിയായി മാറി. രാവിലെ എണീച്ചിട്ട് ഒരു ചൂടുള്ള കാപ്പി കുടിക്കല്
എന്താ സംഗതി? ആ മുബാഹായ ആദത്ത് കിതാബ് നോക്കാൻ നല്ല ഇതുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ നോക്കുമ്പോൾ ഉറക്കൊന്നും വരൂല, നല്ല റാഹത്താന്നുണ്ട്. ആ നീയത്തോടെ കുടിച്ചാലെന്തായി? ഇക്സേർ ഒഴിച്ചിട്ട് സ്വർണ്ണമാക്കി മാറ്റി. വഖാല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലനാം സലാസു മയാസീൻ, നമുക്ക് 3 തുലാസുണ്ട്. മീസാൻ ഒന്ന് മീസാനുള്ളിൽ ഇൽമിൽ മുത്തലഖ്, മുത്തലഖായ ഇൽമന്റെ മീസാൻ. മുത്തലഖ് എന്ന് എല്ലാവർക്കും അനിവാര്യമായതും എല്ലാവർക്കും ഓതേണ്ടതുമായ കുറേ ഇൽമുണ്ട്. വമീസാനുള്ളിൽ മുഖയ്യദ്, മുഖയ്യദായ ഇൽമ് വേറെ ഉണ്ട്, അത് വ്യക്തിപരമായിട്ട് ബാധിക്കപ്പെട്ടെ. വമീസാനുള്ളിൽ അമൽ, അമലിനുള്ളൊരു മീസാനുണ്ട്. അപ്പൊ ഇൽമിന് 2നും, മറ്റൊന്നോ അമലിനും. അപ്പൊ ഫൽ ഇൽമുൽ മുത്തലഖു നജ്അലുഹു ഫീ സുദൂരിന, മുത്തലഖായ ഇൽമിനെ എന്താക്കണം? മനസ്സിലവിടെ വെക്കും. ഫിഖ് ആവട്ടെ, അഖീദ ആവട്ടെ, എന്താവട്ടെ. വൽ ഇൽമുൽ മുഖയ്യദു, മുഖയ്യദായ ഇൽമില്ലേ നതഖയ്യദു ബിഹി, അതുകൊണ്ട് നമ്മൾ എന്താക്കും? മുറുകെ പിടിക്കും. ചിലപ്പം രോഗികൾക്കുള്ള ഒരു ഹുക്മുണ്ടാകും, യാത്രക്കാർക്കുള്ള ഹുക്മുണ്ടാകും, പകലും മുഴുവനും പണിയിൽ ഏർപ്പെടുന്ന ടൈം ടേബിൾ ഉണ്ടാകും. അതൊന്നും ഒരു വ്യക്തിക്കുള്ളത് കിതാബിൽ കാണൂല. അതാ പറഞ്ഞ വ്യക്തിപരമായതെന്ന് വെച്ചോ, ഇൻഡിവിജ്വൽ. അതുകൊണ്ട് തഖയ്യുദ് വഹുവ മദ്ഹബുൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബ്. മൂപ്പർ രാത്രി 3 ഹജൂബ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കിതാബ് കാണും. വഫിൽ അമലി നഖ്താറു മാ ദഹബ ഇലൈഹി സലഫുൽ അലവിയ്യൂന നഫഅനല്ലാഹു ബിഹി. അമലിന്റെ വിഷയത്തിൽ നമ്മൾ എന്താക്കുന്നറിയോ? നമ്മൾ അലവീയങ്ങളായ, അതായത് അലിയാർദങ്ങളൊക്കെയുള്ള ചെറുക്കത്തിനാണ് അലവി എന്ന് പറയുന്നത്. സലഫു സാലിഹ്യങ്ങളിൽ പോയ അതിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കും. ഇതിന്റെ ബ്യായിനിയാണ് അത് ഷവാക്കട്ട ബുഖാരി മശൈഖന്മാർക്കും കബീലന്റെ പേര് വ്യത്യാസം എന്നല്ലാണ്ട് അമലിന്റെ ഒരു മാറ്റമില്ല. قال سيدنا الشيخ الإمام عبد الله بن علوي الهداد, മൂപ്പറാണല്ലോ അതിനുള്ള വലിയൊരു സുൽത്താനും വലിയൊരു കുതുബും ഒരു മുജദ്ദിദും. ആദാത്തു സലഫി അഹ്സനു മിൻ ആദാതിന, കണ്ടോ? സലഫു സാലിഹ്യങ്ങൾ ആദത്താവട്ടെ നമ്മൾ ആദത്തിനാക്കണം അഫ്ളൽ തന്നെയാണ്. എന്തിനേക്കാൾ മീൻ സുന്നനി, നമ്മളെ സുന്നത്തിനേക്കാൾ ആദത്ത് പൊട്ടും. വഖദ് അസ്സസ ലനാ സലഫുന, നമ്മുടെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ നമുക്ക് സ്ഥാപിച്ചു തന്നു. അതായത് സലഫ് യാനി ആലബ അലവി, ഉറപ്പിപ്പം മതി. അല്ലുറ, കുറേ കാര്യങ്ങൾ നമുക്ക് തർക്കീത്തിലാക്കി തന്ന് ഫല നക്തതി ഇല്ലാ ബിഹിം, അതുകൊണ്ട് അവരോടല്ലാണ്ട് നമ്മൾ പിൻപറ്റൂല. മറ്റുള്ള ആളെ അവഗണിച്ചു എന്നൊന്നും അതിന് അർത്ഥമില്ല. ഇത്തിബാഉ സുന്നത്തി സിർറു അമാലി സലഫ്, ഒന്നതാ സലഫു സാലിഹ്യങ്ങളുടെ അമാലിന്റെ ഉള്ളിലുള്ള സിർ എന്താണ്? സുന്നത്തിനെ പിൻപറ്റുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ചിലപ്പോൾ ഹദീസൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഓരോ പ്രവർത്തനത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഒരു ഇത്തിബാ ഉണ്ടാകും. വഖാല സയ്യിദുൽ ഇമാം അഹ്മദ് ഇബ്നു ഹസൻ അൽ-അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിൽ മുതാബഅത്തി ലിസ്സലഫി അൻ ഖരീബിൻ യർതഖി അശ്ശഖ്സ് ഇലാ മഖാമിൽ കുമ്മൽ മിൻ അർ-റിജാൽ. കണ്ടോ? ബിൽ മുതാബഅത്തി ലിസ്സലഫ്, സലഫു സാലിഹീങ്ങളെ പിൻപറ്റൽ മുഖേന അൻ ഖരീബിൻ, അടുത്ത സമയത്തിന്റെ ഉള്ളിൽ തന്നെ യർതഖി അശ്ശഖ്സ്, ഒരു വ്യക്തി ഉയരുന്നു, ഇലാ മഖാമിൽ കുമ്മൽ മിൻ അർ-റിജാൽ. കാമിലീങ്ങളെ ജമ്മാണ് കുമ്മൽ. വാക്കിന്റെ ബഹുമതൻ എന്താ? സാജിദിന് തറാഹും റുക്കായും സുജ്ജദൻ. അപ്പൊ ആ റിജാലിന്റെ ഉന്നതന്മാരായ പദവിയിലേക്ക് അയാൾ ഉയരും. എന്തുകൊണ്ട്? ലിഅന്ന സൈറഹും അലാ ബിസാത്തിൽ മുതാബഅത്തി, മുതാബഅത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതാബഅത്തിന്റെ ബിസാത്തിലാണ് അവരുടെ മുഴുവൻ സഞ്ചാരങ്ങളും. വലം തകുൻ ലഹും നിയ്യത്തുൻ ഫീ ഹറകാതിഹിം വസകനാതി ഇല്ലൽ മുതാബഅതു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റൽ എന്നതല്ലാതെ ഓരോ ഹറകാത്തിലോ സകനാത്തിലോ വേറെ ഒരു നിയ്യത്തും അവർക്കില്ല. റളിയല്ലാഹു അൻഹു. വഖാല റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, കുല്ലു അമലിൻ മിൻ അഅമാലി സലഫിനൽ അലവിയ്യീൻ, അലവീയങ്ങളായ നമ്മുടെ നേതാക്കന്മാരുടെ ഏതൊരു അമലെടുത്ത് നോക്കിയാലും അജിദു ലഹു ദലീലൻ മിന സുന്നത്തിൻ നബവിയ്യ, നബവിയായ സുന്നത്തിൽ നിന്ന് അതിന് ദലീലുണ്ടാവുന്നു. നമുക്ക് പരിധിയിൽ കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നമുക്ക് പരന്നാൻ പഠിച്ചിട്ടുമില്ല, നമ്മൾ പത്രം വായിച്ചല്ലാണ്ട് കിതാബ് നോക്കിയിട്ടില്ല.
അവരുടെ ആദത്തായിക്കോട്ടെ നമ്മളെടുക്ക ചേർത്ത എന്താന്ന് അത് ഇബാദത്തിന്റെ പട്ടികയിലാണ് വിടുക. നീനപ്പുറം എന്താ പറയേണ്ടത്? അതാ എനിക്ക് വല്ലതും കിട്ടിയാൽ ഒരമല് ലൈസ ലഹു ദലീലുൻ, അതിന് ദലീലൊന്നും കാണുന്നില്ല, നല്ല ഉസാറിയില്ല, ഞാൻ ഇൻകാറാക്കാൻ ഒരുങ്ങൂല എന്നാണ്. ഇൻകാറാക്കാൻ ഞാൻ തയ്യാറില്ല, ഞാനോതി കിട്ടായി കളിക്കില്ല എന്നാണ്. എങ്ങനെ ചെല്ലണം, ആടണമെന്നും അനങ്ങണമെന്നും ഞാനോതി കിതാബ് ഓതിയിട്ടില്ലല്ലേ ഇത്. ഓതിയ കിതാബ് അതുള്ള കിതാബ് തൊട്ട് ആട്ട് ഓതിയിട്ടില്ല. അപ്പൊ എന്താക്കും, ഇൻകാറാക്കാൻ വേണ്ടി ഞാൻ മുതലൂല. സുന്നത്തിന്റെ കിതാബുകളിൽ എന്താക്കും, ഞാനത് പരതിയിട്ട് ദലീലി, എന്റെ ദലീലി എനിക്ക് അർത്ഥം വെക്കും. എന്തൊരു മട്ടം അല്ലേ? അവർ അമല് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകും. എന്താണ് നമുക്ക് മംഗലം കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്ത ആ രാത്രി ഉണ്ടല്ലോ സഫാഫ്, അന്ന് സൗജത്തിന്റെ മേലെ സൗജ പ്രവേശിക്കുന്നു. അന്ന് പെണ്ണ് ഓളം പ്രക്കാരല്ല ഉണ്ടാകും. ഇങ്ങനത്തെ വല്ല ഗതിയിലുണ്ടോ ഞാൻ പറഞ്ഞു നോക്കുമ്പോ കിട്ടി. ഓണം കുടിയാകാൻ അടിയാകാമല്ലോ. അപ്പം ഭർത്താവ് പോയിട്ട് അടി ഉണ്ടാകില്ലേ? ഒരു സാമ്പിൾ പറഞ്ഞതാണ്. ഹദീസിന്റെ കിതാബിയും കട്ടി അലാ ബിനാഇൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സൗജതിഹി സയ്യിദത്തിനാ ആയിഷ റളിയല്ലാഹു അൻഹാ ഫീ ബൈതി അബീഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ വരിയിലല്ലേ ആയിഷ ബീബി ഉള്ളത്, പരവർക്കല്ലേ. അപ്പൊ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കൂടിയത് എന്ന് ഹദീസ് കിട്ടിയിട്ടുണ്ട്. എന്താ وقال رضي الله عنه سلفنا العلويون لا يضعون العوائد إلا بنيات صالحة. അബ്ദുല്ലാഹിൽ അഹ്ദാദ് തങ്ങൾ പറയുന്നുണ്ട്, അല്ല അഹമ്മദ് ബിൻ ഹസൻ ലത്താസ് ഒരു ശിഷ്യനാണ്. നമ്മൾ അലവീയങ്ങളായ സാദാത്യങ്ങള് ആദത്തുകളുണ്ടല്ലോ, അത് തന്നെ സാലിഹായൊരു നിയത്തോടു കൂടി ആക്കുകയുള്ളൂ. എന്നെന്താ എല്ലാം കൂടി കിട്ടുന്നതായി, ഒന്നും പടാകാനില്ല. നിയ്യാത്തിന്റെ ബറക്കത്തുകൾ കൊണ്ട് എന്തായെന്നറിയോ, അവായത് കംപ്ലീറ്റ് ഇബാദത്തായി പറഞ്ഞു. അവായത് ആദത്ത്. وما رأيت عملا من أعمالهم ولا من عاداتهم إلا وله أصل ومستند في السنة. ഞാൻ മുൻകഴിഞ്ഞ ആളെ അമലൊന്നും കണ്ടിട്ടില്ല, ഒരാദത്തും അതിന് സുന്നത്തിൽ നിന്നുള്ള ഒരു മുസ്തനദ്, ഒരടിസ്ഥാനം, ഒരസലും കിട്ടാതെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വല്ലദീ ലം യത്ല അല സുന്നത്തി, കണ്ടാ, യളീഖു ഖുലുഖുഹു വഇൽമുഹു വമഅലൂമുഹു. സുന്നത്തിന്റെ മേൽ ഇത്ലാഹാത്ത ഒന്നെന്താക്കും, അത് ചെയ്യണോ ചെയ്യണ്ടേന്ന് എന്താക്കും നമുക്ക് ഇങ്ങനെ മനസ്സ്. പക്ഷെ മുൻകഴിഞ്ഞ ആള് ചെയ്താൽ നമുക്ക് ദലീലായി. وقال رضي الله عنه السلف يقيدون العمل في المذاهب بعمله صلى الله عليه وسلم. സലഫ് സാലിഹീങ്ങൾ അവരുടെ അമലിനെ മദാഹിബിൽ എന്താക്കും, തങ്ങളെ അമലിനോട് കൂട്ടും. അപ്പൊ കൗലും കീരിയും മറ്റെല്ലാം പോട്ടെ, തങ്ങൾ എന്തോന്നും ഇവിടെ ചെയ്തിട്ടുണ്ട് അതിലേക്കാണ്. ഒരു മസ്അല രണ്ട് കൗലുണ്ടെങ്കിൽ കബിലുഹുമ, രണ്ട് കൗലും മുറുകെ പിടിക്കും, ആ രണ്ടും തള്ളൂല. ഇമാമിങ്ങൾക്കല്ലേ. പക്ഷെ അതിൽ തങ്ങൾ ചെയ്തത് എന്താണെന്ന് അതിന്റെ മുകളിൽ അമലുണ്ടാകുക, രണ്ടും കബൂലാണ്. പലഹർ ഉണ്ടാകും, സാനി ഉണ്ടാകും, അല്ല വജുഹിലുണ്ടാകാം, മഹലിജ മോദിയല്ലേ. അതിന് പറയട്ടെ, ഓരോന്നുണ്ടെന്നതാ. ഒന്ന് ഫീ തർബിയത്തിൽ ഔലാദ്, ഔലാദിനെ തർബിയത്ത് ചെയ്യുന്ന വിഷയത്തിലുള്ള നമുക്ക് കുറേ വലിയ കിതാബ് അതിനെ പറ്റി ഓതി, ലോക ചരിത്രത്തിൽ ഓതി കിതാബ്. قال سيدنا الإمام عيدروس بن عمر الحبشي رضي الله عنه പറയുന്നു, ഇന്ന മിൻ ആദത്തി സലഫി, സലഫ് സാലിഹ്കളുടെ ആദത്തിൽപ്പെട്ടതാണ് ഹംല ഔലാദിഹിം സിഗാർ, ചെറിയ കുട്ടികളെ എന്നൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. എവിടത്തേക്ക്? ഇലാ ഹദറത്തിൽ അക്കാബിർ, വലിയ നേതാക്കന്മാരെ ഹദറത്തിലേക്ക് കുഞ്ഞിനെയും കൂട്ടിട്ട് പോകുന്നു. നല്ല വസ്ത്രമെല്ലാം അണിയിച്ചു കൊടുത്ത് ശുദ്ധിയാക്കി എല്ലാവരും എന്താക്കാം,
എവിടെ അവലിയാക്കന്മാരുണ്ട്, അക്കാബിർ, അവിടുത്തെ കുട്ടിക്കൊണ്ട് പോകും. പിന്നെ അലിയുബല്ലിക്കു അലൈഹി, അവർ എന്താക്കണം, കുട്ടികൾക്ക് ബർക്കത്ത് നൽകട്ടെ, കുട്ടികൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യട്ടെ. അതെന്താക്കുന്നറിയോ, ഓറ വക്കൽ നിന്ന് കിട്ടി എന്നുള്ള ആ പേരിൽ എന്താക്കും, അവിടെ കൊളുത്തി വെക്കും. എൻ്റെ ചെറിയ മോനെ 2 വയസ്സുള്ള മോനാണ്, ഇന്നാളെ വക്കന്ന് ഇന്നത് കിട്ടി ഉദാഹരണം. അപ്പൊ കുട്ടികൾക്ക് തെരീക്കത്ത് കൊടുക്കേണ്ട തെരീക്കത്തുണ്ട്, ബാല തെരീക്കത്തുണ്ടാവും. ഇപ്പം പറയലെന്താന്ന്, ഓൻ ജമ്മുൽ ജാമയോധനം, മുല്ലാഹസനോദനം, മറ്റോദനം, മർച്ചോദനം, എനിക്ക് എങ്ങനെ അങ്ങോട്ട് കളിച്ചിടണമെന്ന് നേട്ടം തെരീക്കത്ത്. തെരീക്കത്ത് എന്താന്ന് പറഞ്ഞൂടാ, മുല്ലാഹസനം എന്താന്ന് പറഞ്ഞില്ല. ബാല തെരീക്കത്ത് കൊണ്ടുവന്നുണ്ട്. വഹുവ ആഖദു തബറുക്കിൻ, അതിന്റെ പേരെന്താ, തബറുക്കിന്റെ ആഖദ് എന്ന് പേര്. വൈകാന നാസിലൻ അൻ റുതുബത്തിൽ അഖദിൽ താമിൽ, സമ്പൂർണമായ അഖദ് ഉണ്ടല്ലോ, അതിനാക്കാണ് റുതുബ കുറവാണ്. മനസ്സിലായില്ല? അപ്പോ അബ്ദുൽ ഖാദിർ ഇതാക്കുന്ന അമീനും കൂട്ടിയിട്ട് വലിയ ആളിട്ട് പോയി കഴിഞ്ഞാൽ അത് ദലീലായി പോ. വലാകിന്നഹു ഇദാ കാന ഫി അൻ മശാഹിൽ അകാബിർ, അകാബിരീങ്ങളായ മഷഹൂറായ ആളവക്കൽ നിന്ന് വന്നാല് അവസാറ സബിയു ബഅദ ദാലിക മിൻ മശാഹിരിഹിം, അല്ലെങ്കിൽ ഈ കുട്ടി എന്തായിരുന്നൊരു ഭാവിയിൽ വലിയ ആളായി മാറി. എന്നാൽ ഫൈന തക്കൂനു ലഹു മസിയ്യ, അതിന് പ്രത്യേക മസിയ്യത്തുണ്ട് എന്നാണ്. ഇപ്പൊ 2 സാധ്യത്തിൽ, ഒന്ന് ഇവൻ കാണാൻ പോയ ശേഖന്മാർ വലിയ ആളാണ്, സാധാരണക്കാരല്ല. അല്ലെങ്കിൽ ഈ കുട്ടി വലിയ ആളായിട്ട് എന്താക്കി, മഷാഹിറായി മാറി. എന്നാൽ കുട്ടിക്കാലത്ത് കണ്ടുപിടിച്ച അതിന് പ്രത്യേക മസിയ്യത്തുണ്ടെന്നാണ്. അതായത് പേരിടാൻ കൊണ്ട് പോകും. ومن كلام نور الدين الحبيب علي بن عبد الرحمن المشهور نفعنا الله به آمين. كان السلف رضوان الله تعالى عنهم, അതാ സലഫു സാലിഹീങ്ങളായിരുന്നു, അവ്വലമാ യുഅല്ലിമൂന ഔലാദഹും, അവരുടെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് അസ്ഗാർ, ചെറിയ കുട്ടികളെ, ബിന്നുതഖി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ എന്ന, അതാണ് ആദ്യമായി പഠിപ്പിക്കുന്നത്. അതാണ് ബാലതരീഖത്ത്. ഇതിനിപ്പോ ഇപ്പത്തെല്ലോ പിച്ചുമ്പയും പറയുന്ന ആളുണ്ട്, ഇപ്പൊ കുറവാന്ന്. തെറബിയത്ത് എന്ന് വെച്ചാൽ അടിക്കാൻ പോക്കാന്ന് ഒരാളെ ചോദിച്ചോറ് അഭ്യാസം നിങ്ങളെ തല്ലാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അയാളെ മനസ്സിലാക്കി എന്താന്ന്, വടിയെടുത്തിട്ട് തല്ലാൻ പറക്കല്ല, ഇങ്ങനെ ബീക്കാൻ വേണ്ടി പോക്കാന്ന് പറയാൻ. കുറഞ്ഞാളല്ലേ, കൂട്ടും നിലാക്കോട്ട് 3 കൂട്ട് മുക്കൂട്ടുണ്ടായിട്ട്, മുക്കൂട്ടല്ല മുക്കോട്ട്. അതാ അപ്പൊ അള്ളാഹിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്ത് റബ്ബായിട്ട്, ഇസ്ലാമിനെ ദീനായിട്ടും പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നബിയും റസൂലായിട്ടും പറഞ്ഞു കൊടുത്തു. എന്നാ ബൈസട ചെയ്യില്ലേ, മറബുക്ക റളീതു ബില്ലാഹി റബ്ബൻ വമാ ദീനുക വബിൽ ഇസ്ലാമി ദീനൻ വമൻ നബിയുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ വഹുവ അവ്വലു മാ യുഹിബ്ബു യജിബു അലൽ ഇൻസാനി, ഇത് മനുഷ്യന് ഏറ്റവും വാജിബായ സംഗതിയാണ് എന്ന് തമാക്കാല സാഹിബ് സുബദ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബാണ്. 1000 വലിയ വെയ്ത്തുണ്ട്, അതിന് ഒരുപാട് ഷറഹുണ്ട്. മുസന്നിഫ് തന്നെ ഷറഹ് എഴുതിയിട്ടുണ്ട്, ഇതവിടെ നോക്കിയാൽ കാണും. ഇബ്നു അല്ലാൻ 2ാമത്തെ ഷാഫി ഇമാം എന്നല്ല വെച്ച് പറയില്ലേ. അതിൽ അഖീദയുണ്ട്, ഫിഖ്ഹുണ്ട്, ഉസൂലുണ്ട്, തസവ്വുഫുണ്ട്, ചരിത്രങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട്. 1000 വലിയ വെയ്ത്ത്. 1000 പോരാ, ബിമാഖദ് സിത്തുഹ എന്ന് പറഞ്ഞു, 1000 കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അൽഫിയ മവാഹിബ് സമദ് എന്ന് പറഞ്ഞ വേറൊരു ഷറഹാണ്. പിന്നെ 4 ഷറഹ് നമ്മൾ തന്നെയുണ്ട്. അവലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹി ബിസ്തിഖാനി, അതിൽ അഖീദിന്റെ അമ്പലായിട്ട് കൊടുത്തത്. ഒരു മനുഷ്യന്റെ മേലിൽ അവ്വൽ വാജിബ് എന്താണ്, ഇലാഹിനെ പറ്റി അറിയുക എന്നാണ്.
അത് നല്ല ഉറപ്പോടുകൂടിയായിരിക്കണം. ഇസ്തിഖാൻ നല്ല യഖീനോടുകൂടിയായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതിന് തത്തമ്മപ്പാട്ടായതുകൊണ്ട് കാര്യമില്ല. وقال سيدنا الإمام أحمد بن حسن العطاس رضي الله عنه പറഞ്ഞു السلف يسمتون الأولاد الصغار بقولهم بارك الله فيك إلى سن البلوغ. ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് എന്താക്കും, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യും. ഇങ്ങനെ ബാറക്കല്ലാഹു ഫീക ബാറക്കല്ലാഹു ഫീക ഇങ്ങനെ. ഇത് ഇലാ സിന്നിൽ ബുലൂഗ് ആകുന്നത് വരെയും ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. وقال رضي الله عنه كان السلف يعلمون أولادهم العمل قبل العلم. ഇൽമിന്റെ മുമ്പായിട്ട് അമല് പഠിപ്പിക്കും. അപ്പോൾ ഓരോരുക്കാരൊക്കെ എന്താക്കുക, അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കലാണ്. അവിടെ പോയിട്ട് കയ്യുക, മൂട് കേൾക്കുക, കാല് കയറുക എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കാര്യമില്ല. കാരണം തൊണ്ടനായിട്ട് പോലും നെറ്റി അറിയില്ല, തലി അറിയില്ല. ആരോഗ്യശാലയിൽ പോയിട്ട് ഈ എണ്ണ തലക്ക് തേക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തേക്കൂല. അവിടെ തല നിൽക്കുന്നുണ്ട്. ഒന്ന് കൊടുക്കുമ്പോൾ തലയിടുക എന്ന് പറഞ്ഞാൽ എന്താക്കിയ നെറ്റിയൊന്ന് ഉറപ്പിച്ചത് ചേർക്ക, നെറ്റിയൊന്ന് ഉറപ്പിച്ച അങ്ങനെ ഇടയുള്ള ആദ്യം എന്താക്കുക, ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിട്ട് അമലാദ്യം പഠിപ്പിച്ചു. അമല് പഠിപ്പിച്ചാൽ എന്താക്കും, അല്ലമോഹമുൽ ഇൽമിനെ എന്താക്കും പഠിപ്പിച്ചു കൊടുക്കും. ഒരു അമല് പഠിക്കണം. തഅല്ലമ നമ്മളിപ്പോൾ എന്താക്കും, ബാങ്ക് കൊടുപ്പിക്കും. ബാങ്ക് കൊടുപ്പിക്കുക എന്തെങ്കിലും ഹത്ത ഉണ്ടെങ്കിൽ അന്നേരം തിരിച്ചു തിരിയുമ്പോൾ നെഞ്ഞാൻ മറ്റേ തിരിഞ്ഞാൽ ബേക്കുന്നുണ്ടാകും പിടിച്ചൊരിക്കണേ. ഇങ്ങനെ അടമ്പറയിക്കിട്ട് തല മാത്രം ഒറ്റ തിരിച്ചല്, രണ്ടും പറയല. എന്താണ് അയ്യാനസ്സല അയ്യാനസ്സല. അപ്പൊ 4 തിരിച്ചലില്ലേ? അറബി നാടണം കണ്ടില്ലേ? വളരെ എന്തല്ലോ അയ്യാനസ്സല അങ്ങനെ ചെറിയ ഉണ്ടാ എവിടെയെങ്കിലും അയ്യാലപ്പന ഇങ്ങനെ ഉണ്ടാ. ബേക്കിലുണ്ടാകുമ്പോൾ എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇനിയോ ഒരു കരിമത്ത് പറയും, അപ്പുറം എന്താക്കും, കേൾക്കുന്നാക്കി ഇജാബത്ത് ചെയ്യാനുള്ള സമയം വരെ കാത്തിപ്പിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേട്ടാണ് എന്താക്കണം, അല്ലാഹു അക്ബർ ഇജാബത്ത് ചെയ്യുന്ന സമയം കൂടെ കാത്തിപ്പിക്കും. അതർബീത്തിന് തല്ലും കുത്തൊന്നുമില്ല. 9 മക്കൾക്കും തല്ല ഒരു നുള്ളോ കിട്ടി കരുത്തറിയില്ല. വഖാലു അവർ പറയുന്നത് ഹാദാ ഹഖ്ഖുൻ ഫൽതമുഹു, ഇത് ഹക്കാണ്, ഇത് മുറുകെ പിടിച്ചോ. വഹാദാ ബാത്തിലും ഫജ്തനിബ്, ബാത്തിലാണ്, അത് ഒഴിവാക്കണം എന്നെന്താക്കും, ഇങ്ങനെയാണ് ഹക്ക്, ഇങ്ങനെയാണ് ബാത്തിൽ എന്നെന്താക്കും പറഞ്ഞു കൊടുക്കും. വക്കാനു ലാ യുൽബിസൂനഹു ഇമാമത്ത, തലീകെട്ട് കെട്ടിക്കൊടുക്കൂല. ഇല്ലാ ബഅദ യഹ്ഫദ ബിദായത്തിൽ ഹിദായ, കാണാപ്പാടാക്കെങ്കിലല്ലാണ്ട്. ബിദായത്തുൽ ഹിദായ ഖത്താൽ ഇമാമിന്റെ കിതാബാണ്. ശരിക്കും പറഞ്ഞാൽ ബിദായത്തിന്റെ അഹ്ലുകാരുടെ കിതാബാണ്, ചെറിയ കുട്ടികൾക്കുള്ള. പക്ഷേ അകാബിലുള്ള ഔലിയ അതെന്താക്കി മുറുകെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഓതിനല്ലോ, അതുകൊണ്ടാണ് ഫത്ഹ എന്ന് പറയുന്നത്. ഇതെന്തിനാ പിള്ളേർക്കൊന്ന് കിത്താവ് നോതുവിന്റെ പുറന്ന് 6 എന്ന് പറയാൻ വേണ്ടി വലിയ മുലർക്ക് കിത്താവുന്നല്ല. പക്ഷെ പറഞ്ഞ ആളാരാ നോക്കണോ? ഖത്താൽ ഇമാമ ത്വയ്ഫ ഓതിയാക്ക് പറയണ നോതുവിന്റെ പുറന്ന് 6 പക്ഷെ ഇമാമിന്റെ ഒരു മഹത്തുണ്ടല്ലോ. അതാണ് അള്ളാഹ് നോക്കിക്കൊണ്ട് കൂടി ഇപ്പൊ റമദാൻ എന്താക്കി മിസാത്തുൽ ഹിദായ തീർത്തിട്ട് അഹമ്മദ് സാലി ഉസ്താദിനെ കൊണ്ടാണ് തന്നെ നേരെ സന്നദ്ധം കൊടുപ്പിച്ചു. അല്ലാതെ സ്ഥലത്ത് പങ്കെടുത്തവരുണ്ട്. പിന്നെ എന്താ ഇതിന് പറയും, ഇപ്പൊ എല്ലാം ഉണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഹിഫ്ള് ഇത്ഖാന് വഅമലിൻ. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അത് പാഠമാക്കി കഴിയുമ്പോണോ അത് അമലിനുണ്ടെങ്കിൽ അല്ലാണ്ട് തലീകെട്ടെങ്കിൽ കൊടുക്കില്ലെന്നാണ്. وقال سيدنا الإمام علوي بن محمد بن طاهر الحداد رضي الله عنه سلفنا رضوان الله تعالى عليهم يعتنون ويهتمون بتربية أولادهم قبل تعليمهم العلم. കണ്ടോ, നമ്മുടെ നേതാക്കന്മാര് അവർ എന്താക്കും, വളരെ ശ്രദ്ധ പതിപ്പിക്കും, വളരെ കാര്യമായിട്ടെണ്ണും ഔലാദിന്റെ തർബിയത്ത്, ഇൽമ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. അത് ബലത്തേക്കുള്ള തുന്നല്, വീണതെടുക്കല്,
പക്ഷെ പെണ്ണെടുക്കാനും പറ്റൂല. നിങ്ങൾ എച്ചിൽ തീറ്റിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി പരാതി വന്നിട്ടുണ്ട്. ആ ഗോഡൗൺ നോക്കിയട്ടെ, നിറച്ചു അരിയും ചാക്കുക പിള്ളേർക്ക് കൊടുക്കാനുള്ളത്. എന്തിനാ പാത്രത്തിൽ നിന്ന് എച്ചിൽ തീറ്റിക്കുന്നു? അതായത് ഹദീസിലുണ്ട്, ജിയാദുസ്സാനിന്ന് വായിച്ചാൽ കൂടെ പോയി അതൊന്നും ഇവിടെ വേണ്ട. ഇവൻ്റെ അടുക്ക് നമ്മ എന്താക്കണം? പ്രൊഫസറായിട്ട് നിൽക്കണം. എന്തിന്? മാസത്തിൽ എന്തെങ്കിലും സംതിങ് കിട്ടും, പോയി ചാടുക. പിന്നെ പ്രൊഫസർ അപ്പൊ പഠിപ്പിക്കാൻ വിടൂല. കോമട്ടി പ്രത്യേക ഭാഗത്ത് മറകെട്ടി അങ്ങനെ മുദ്രയ്ക്കാൻ പാടില്ല, പരക്ക വയ്ക്കാൻ പാടില്ല. അപ്പം ബാഡൻ സാറ് എന്ന് പറഞ്ഞൊരാളുണ്ട്, ഒരു സാറാണത്. എന്താണ് അവിടെ ചെയ്യുന്നത്? റേഷൻ കടയാ ഒഴിച്ചിട്ട് കയറ. അപ്പം പിള്ളേരെല്ലാം പരക്ക കിബിലൊക്കെ ആയാൽ നിരക്കില്ല, ശത്രുണ്ടായ നിരക്കുള്ള, കാറ്റത്തായ നിരക്കുള്ള, ഒഴിച്ചങ്ങോട്ട് കയറി തന്നെ. അവിടെ റേഷൻ കടയില്ലല്ലോ, അവിടെയല്ലേ കാർഡ് വട്ടി ക്യൂ നിൽക്കണ്ടേ. നിങ്ങൾ വേണേ നിൽക്കാത്ത അവിടെ ഇരിക്കാൻ സീറ്റെല്ലാം ഉണ്ട്. ഇരിക്കാൻ സീറ്റുണ്ടെങ്കിൽ ഇവന് നിൽക്കണ്ടല്ലോ. എന്താ കാലം! അൽഹംദുലില്ലാഹി തിരുത്തേനാണ് 22 ദിവസം കൊണ്ട് രാജി കൊടുക്കേണ്ടി വന്നത്. അൽഹംദുലില്ലാഹി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായത്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ബൈരിൽ മൗലൂബി. അപ്പം എന്താക്കിയെന്നറിയോ? സദർ ഉസ്താദ് കംപ്ലൈൻറ്റ് കൊടുത്ത് ബോർഡിലേക്ക്, വിദ്യാഭ്യാസ പലകയിലേക്ക്. അവിടെ നിന്ന് സമൻസ് വന്ന് ഇയാളെ പിടിച്ച് ഹാജരാക്കിയിട്ട് കമ്മിറ്റി ചോദ്യം ചെയ്യണമെന്ന്. കമ്മിറ്റി ചോദ്യം ചെയ്ത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഉത്തരം അറിയാം. കാരണം നിങ്ങൾ ബാലകുന്തിക്കുമ്പോൾ തൂർവോ വീത്തോ എന്ന് എനിക്കറിയൂ. ഇതൊന്നും പറയണ്ട പറഞ്ഞോ. നിങ്ങൾ സമസ്തൻ്റെ സിലബസ് അനുസരിച്ചല്ല പാഠം എടുക്കുന്നത്, നിങ്ങൾ സ്വന്തം ഒരു അഭിപ്രായത്തിലാണ്. നമ്മൾ അന്താന സിലബസിലല്ലേ എടുക്കുന്നത്. ഫാത്തിഹ പഠിക്കല് മുക്കല്ലഫിന് മുജൂബല്ലേ, മറ്റുള്ള പഠിച്ചോളന്നില്ലല്ലോ. അതൊന്നും ഇവിടെ പണ്ട് കാര്യമില്ല. എവിടെ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന പറ്റും. ഞാൻ പഠിപ്പിക്കുന്നില്ല. അപ്പം 1 മാസം തികഞ്ഞിട്ടില്ല. അപ്പം 40 കൊല്ലം നിന്നെന്ന് പറയുന്നതും ഈ 40 ദിവസം തികയാത്തതും തമ്മിൽ എന്താ ബന്ധം നോക്കിയിട്ട് എന്തുകൊണ്ട് തകരാറുണ്ട്. അപ്പം പറഞ്ഞ കന്നിമൂലൊക്കെ തൂറിയിട്ടാണ്. പക്ഷെ അന്ന് കന്നിമൂല ഇല്ലല്ലോ ഇവിടെ. നാൽപ്പത് കൊല്ലായി എന്ന് പറഞ്ഞാൽ 40 ഇങ്ങനെ ആടിക്കളിക്കലാന്ന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കപില താലീമുൽ ഇൽമ പഠിപ്പിക്കുന്നതിന് മുമ്പ് അമല് പഠിപ്പിക്കും. ബാത്റൂമിൽ പോണ്ടേ? ഏത് കാലം ആദ്യം വെക്കണ്ട്? പുറത്ത് വരുമ്പോൾ ഏത് കാലം ഇങ്ങോട്ട് വെക്കണ്ട്? ചെരുപ്പഴ്. ബഹുമാനപ്പെട്ട മഹമ്മൂദൊക്കെ പഠിപ്പിക്കുന്ന ഇപ്പം കാണുന്നുണ്ട്. ഉപ്പറക്ക് സ്വന്തമായ ദർശുണ്ട്. മുത്തഫാറ്റി തോതി കൊടുത്തിട്ട് എന്താക്കിയെന്നറിയാം? ആദ്യം അത് നല്ലൊരു വയൽ വന്നിട്ട് പറഞ്ഞ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അള്ളാഹു തആല പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പം അന്ന് നേരത്തെ പൊറോട്ട ഉണ്ടാകുന്ന നടക്കത്തെ വെട്ടിയണ്ടില്ലേ, അതിൽ കുറേ ചേരി ചെത്തി വെച്ചിട്ട് ഇതെന്താന്നോ? അത് പല്ലടക്കാനുള്ള മിസ്വാക്ക് ചെയ്താൽ എന്താന്ന് പറഞ്ഞ് സുന്നത്ത് എന്ന് ഉണ്ടായാൽ അള്ളാഹ്ക്ക് പ്രിയങ്കരമാണ്. ഇന്ന് ഉറപ്പിച്ചാ ആർക്കാണ് അള്ളാഹിന്റെ പ്രിയം വേണ്ടെന്നൊരു ചോദ്യം പിള്ളേരെ ശൈലിയിൽ തന്നെ. എനിക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കൊടുക്കണം. പല്ലേക്ക് പല്ലങ്ങനെ തേക്കണം. വലഭാഗം കൊണ്ട് തുടങ്ങുക, പല്ലിൻ്റെ വീതിയിലായിരിക്കുക. പല്ലിങ്ങനെയുള്ളത് അതിൻ്റെ വീതിയിൽ ഉള്ളും പുറവാക്കുക. അതുപോലെ തന്നെ 3 വട്ടമാക്കുക. തുപ്പുമ്പോൾ ഭാഗത്ത് തുപ്പുക. കിതാബ് തുടങ്ങിയിട്ടില്ലേ? ഇവിടെ തലയും അമല് പഠിപ്പിച്ചു കഴിഞ്ഞു. അതാ മഹമൂദാക്കാരം ശൈലി. നമ്മളായിരിക്കറിയില്ല മഹമ്മൂദാക്കാൻ കണ്ടിട്ടില്ല. തലപ്പറമ്പ് 18 കൊല്ലം ഉണ്ടായിട്ടാ. 65 മുപ്പത് രാജിവെച്ചിട്ടുണ്ട്. അതാ ഇതിന് അലിയർസഹുവൽ അമൽ, അമലിന്റെ മേൽ ഉറച്ചു നിൽക്കട്ടെ. അപ്പൊ എന്താ ഇന്നറിയോ? ഇൽമിങ്ങോട്ട് വരും. വഖദ് സാറൽ ഖൈറു വത്വഅതു ആദതൻ ലഹും. ഖൈറും
താഅത്തുണ്ടായി, അവർക്ക് ആദത്തായി മാറി. ولهذا كانوا يوقظون أولادهم الصغار آخر الليل ليألفوا قيام الليل. അപ്പോൾ ഇവരെ ഖിയാമുൽ ലൈൽ എണീച്ചാൽ എന്താ, ചെറിയ കുട്ടികളെയും വിളിച്ചുണർത്തും, നമ്മൾ നിൽക്കിരിക്കുന്ന ഈ പിള്ളേരൊന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട്. وقال رضي الله عنه عادة السلف رضوان الله تعالى عليهم أجمعين يفرقون أولادهم لطلب العلم الشريف. കണ്ടോ, മഹത്തായ ഇൽമ തേടുന്നതിന് വേണ്ടി കുട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യമായിട്ട് ഒഴിവങ്ങ് കൊടുക്കും. അവർക്ക് വേറെ പണി കൊടുത്ത് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നിയമമായിട്ട് മാറ്റി പോയി ഇറച്ചി വാങ്ങിച്ചു ഏന്ന്. അപ്പൊ കുട്ടി ഇറച്ചിക്കാൻ കൊണ്ട് ക്ലാസ്സിൽ പോകുക വേണ്ടി അന്നേരം ഒരു പണി കൊടുക്കല്. അപ്പൊ അവർക്ക് എന്താക്കും, കുട്ടികളെ ഭാര്യയാക്കിയിട്ട് വിടും. 20 വയസ്സാകുന്നത് വരെ ആ മേൽനോട്ടത്തിലുണ്ടാകില്ല. സുമ്മ യഅ്മുറൂനഹു ബിത്തദ്രീസ്, പിന്നെന്താകും, തദ്രീസ് കൊണ്ട് കൽപ്പിക്കും. ഓനിക്ക് അറിയുന്ന കിതാബ് അത്ര കണ്ട് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കും. എനിക്ക് പത്തിത്താൻ അറിയാം, ഓതിക്കൊടുക്ക്. കുത്താൻ പറ്റിയതറിയോ, ഓതിക്കൊടുക്ക്. ഇന്നെന്താ, എനിക്കൊന്നും അറിഞ്ഞൂടാ. യഥാർത്ഥ അമാദുവിന്റെ വാക്കല്ല, മടിയന്മാരുടെ വാക്കാണ്. എന്നേക്ക് അറിയുന്ന ചൊല്ലിക്കൊടുക്കും. എനിക്കൊന്നും അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ പിന്നെ എങ്ങനെ പണിക്കുന്നേ? അപ്പൊ തവാദു അല്ല, ഒഴിഞ്ഞു മാറ്റും. വബഅദ ദാലിക 40 കഴിഞ്ഞാൽ യദഉൽ തദ്രീസ് മാറ്റിൻ വയുഖ്ബിലു അലൽ അഅമാലി സാലിഹത്തി വൽ ഇബാദത്തിന് മേൽ തന്നെ മുന്നിടും. അതെന്താക്കും, ഇവരെ കീഴ്ഘടകത്തിന് ആ സ്ഥാനത്തേക്ക് നിർത്തും. ഇങ്ങനൊരു തർത്തീബാണ്. وقال رضي الله عنه كان سلفنا رضوان الله تعالى عليهم يقدمون الأكبر سنا. വയസ്സ് കൂടുതലുള്ളവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും. അഭിപ്രായം നോക്കും. ഫിൽ മശി, നടത്തത്തിൽ, വഫിൽ മജ്ലിസിൽ, വഫി തർത്തീബിൽ ഫാത്തിഹത്തി വനഹവി ദാലിക, ഫാത്തിഹ തർത്തീബാക്കുന്ന ഒരു മുഖദ്ദം എന്താക്കും, ഇലാ ഹദ്റത്തിൽ വിളിച്ചിട്ട് അൽ ഫാത്തിഹ എന്ന് ഓതുമല്ലോ. ആ വിഷയത്തിലൊക്കെ വയസ്സ് മൂപ്പ നോക്കുക. ലാ ഫീ നഹവി ഇമാമത്തിന്, ഇമാമത്തിന് വയസ്സ് മൂപ്പ് നോക്കില്ല. കാരണം വയസ്സ് മൂത്തതുകൊണ്ട് ഇമാമിന് പോലീസയില്ല. ഇമാമത്തിന് അർഹത ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തദ്രീസ് ഇൽമിലും നോക്കില്ല, വയസ്സ് നോക്കൂല. ഫഇന്നഹും യുഖദ്ദിമൂന മൻ ഫീഹി അഹ്ലിയത്തുൻ, അതിന് അർഹതയുള്ളവർക്ക് ഒന്നാം സ്ഥാനം. വൈകാൻ അസ്ഗറ, അതായത് കുറഞ്ഞാലും ശരി, അവിടെ അർഹതയാണ് നോക്കുക. ഇനി وقال نفعنا الله من عادات سلفنا أنهم يتركون الذي يؤذن ويقيم الصلاة هو الذي يرتب الفاتحة بعدها. ബാങ്ക് കൊടുക്കുകയും ഇഖാമത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളില്ലേ, അവർക്കാണ് എന്താക്കുക, ഫാത്തിഹ തർത്തീബാക്കാനുള്ള അധികാരം കൊടുക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നാക്കല്ല ഫാത്തിഹ. അത്തരം ഫാത്തിഹകളൊന്നും എന്താക്കില്ല, ഫിഖിൽ കാണൂല. മശായിഖ് തരീഖിന്റെ ഇടയിൽ നടക്കുന്ന ഇതിനാ പറയുന്നത്. وسألت لها علي بن طهار الحداد رضي الله عنه ചോദിച്ചേ അനിൽ ഹിക്മത്ത് ഫീ ദാലിക്, ഇതെന്താ അങ്ങനെയാക്കുന്നു. فقال أن لما أن المؤذن والمقيم هو الذي دعا الناس إلى الصلاة, ഈ ബാങ്ക് കൊടുത്ത ആളെ ഇഖാമത്ത് കൊടുക്കുന്ന ആളല്ലേ ജനങ്ങളെ വിളിക്കുന്ന, ഇങ്ങോട്ട് ബാന്ന്. മുഅദ്ദിനല്ലേ, അയാൾ വിളിച്ചില്ലേ, ഹൈ ബിഖൗല ഹയ്യ അലൽ സ്വലാത്ത്, ഹയ്യാനൊക്കെ വിളിച്ച്. فكان ينبغي أن يكون هو الذي يأذن لهم بالانصراف عنها بالفاتحة. അവ ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോ എന്ന് പറയാനുള്ള അധികാരം അയാൾ കൊടുത്തു. ഇത് ഫിഖ്ഹിന്റെ ഒരു തഅദീലാണ്. ഹയ്യ അലൽ സ്വലാത്ത് നിങ്ങളിങ്ങോട്ട് വിളിച്ചില്ലേ, അവരെന്താക്കും, നിങ്ങൾ പോയിക്കോ എന്ന് സമ്മതം കൊടുക്കണം. അപ്പൊ എന്താക്കും, ദ്വാരം കഴിഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാന്നായി. അവൻ വിളിച്ചാക്കാൻ എന്താക്കി, പിരിച്ചുവിടാനുള്ള അധികാരം കൊടുത്തു. എന്നിപ്പം തലതിരിഞ്ഞവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. وقال سيدنا الإمام محمد بن حسن الأطاس رضي الله عنه, പോയിന്റ് മനസ്സിലായിനാ. إن من قواعد السلف ألا يتقدم الصغار على الكبار إلا في 3 مواضع. വയസ്സ് കൂടുതലുള്ള ആളെന്താക്കാൻ പാടില്ല, കുട്ടികളെ മറികടക്കാൻ പാടില്ല. പക്ഷെ 3 സ്ഥലത്ത്. എന്താണത്? ഫിൽ ഇമാമത്തിന്, ഇമാമത്തിൽ ഈ തൊണ്ടനാക്കാണ് ചിലപ്പോൾ അർഹതായിരിക്കും ഉണ്ടാകല്, കുട്ടികൾക്ക് കഴിക്കും. ഇതാക്കാൻ അഹ്ലൻ, അവൻ അർഹനാണോ. വഫി തദ്രീസിലും അങ്ങനെ തന്നെ. വയസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താവില്ല,
അതിന് അർഹത ഉണ്ടായിക്കൊള്ളുന്നില്ല. വണ്ടി ഓടിക്കുന്നെങ്കിൽ ഉസ്താദ് ഓടിച്ചോ, ഞാൻ ബൈക്കിൽ എന്നോടാന്ന് പറഞ്ഞാൽ ഓടിക്കാൻ അറിയാത്ത ഉസ്താദ് ഇരുന്നിട്ട് എന്താ കാര്യം? അതുപോലെ ഫിൽ ഫത്വന്റെ വിഷയം. അപ്പൊ തദ്രീസിനേക്കാണ് കടുപ്പം കൂടി ഫത്വയിൽ. ഈ 3 വിഷയത്തിൽ അർഹതയാണ് നോക്കുക, പ്രായം നോക്കൂല. وقال رضي الله عنه كان السلف مثل الحبيب أبي بكر بن عبد الله اللطاس والحبيب صالح بن عبد الله اللطاس رضي الله عنه مرض يصلون خلف تلامذتهم. അവർ ശിഷ്യന്മാരെ പിന്നിലായിരിക്കുക. നല്ല കൃത്യമായ നിസ്കാരം എല്ലാം ഉണ്ടാകുമ്പോൾ എന്നിട്ടാക്കും അർഹതയുള്ളവരെ നിർത്തും. വയുഖദ്ദിമൂനഹും ലിസ്സലാത്തി ഫീ ബഅദിൽ അഹ്യാൻ, ചില അവസരങ്ങൾ നിസ്കാരത്തിന് അവരെന്താക്കും മുൻപിച്ചും. വയുറാഊന ഹറകാതിഹിം ഫി സ്വലാത്തി, നിസ്കാരത്തിൽ ഓരോ ചലനങ്ങളും ഓരോ ഓത്തിതെല്ലാം ബേക്കി നോക്കിയത്. ഇതങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടതെന്ന് എന്താക്കും അതിന് അല്ല. അപ്പം ഇതാ തർബിയത്ത് തല്ലാൻ വരത്തല്ലെങ്ങയെ ദേവണ്ണയൊക്കെ പിടിച്ചത്. അത് പറയുന്ന എന്താന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. അള്ളാഹ് നമുക്ക് ചോറ് തന്നാ അല്ല അള്ളാഹ്ക്ക് നമ്മൾ ചോറ് കൊടുത്തുന്നാ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എവിടെ കിട്ടുന്ന ഇത് സംഭവം അത്ഭുതം. കാപ്പിന് സുഖവും വായിച്ചാല് ഇതേ ചോറും ഇതേ റോട്ടിയും അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നായി അർത്ഥം. ഇതല്ലേ കാപ്പിന് സുഖം കൊടുത്താൽ. റസഖനാഹുന്ന് കാപ്പിന് ഫത്തം കൊടുത്താൽ ഈ നമ്മക്ക് അള്ളാഹു റിസക്കാക്കി നൽകിയിട്ടുണ്ട് എന്ന് അർത്ഥം കിട്ടല്. ഇവിടെ എന്താ പറയണ്ടത്? അള്ളാഹ്ക്ക് ചോറ് കൊടുത്തുന്ന എന്താ ചെല്ലും? യാ റബ്ബനാ വഅഫ്നാ വഹമുല്ലദീ കാന മിന്നാ വഹമു, അങ്ങനെ എന്താ ഉണ്ടാ? യാ ദൽ ജലാലി വൽ ഇക്റാം ഫിത്ന അലാ ദീനിൽ ഇസ്ലാം. ഫിത്ന വലിയുണ്ട്. അപ്പൊ ഹറക്കാത്ത സകനാത്തും മുറാത്ത് ചെയ്യുന്നുണ്ട്, നോക്കി ചെയ്യും. എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ അർഷദൂഹം അവർക്ക് എന്താക്കുന്നത് പറഞ്ഞ് നേരെയാക്കി കൊടുക്കും. ഇമാമത്ത് നിർത്തിയിട്ടും കൊത്തുബോധിച്ചിട്ടും ബാളടുപ്പിച്ചിട്ടെല്ലാം പരിശീലിപ്പിക്കല്. ഉപ്പ ഹതീവായ കാലം ഉണ്ട്, അതിന് മുമ്പ് ഹതീബൊന്നുമല്ല. ഇപ്പൊ കൊയങ്ങൊന്നും അല്ലാണ്ട് എന്താ തൊള്ളി. എന്നോട് പറഞ്ഞു നീ വാളെടുക്കണം. ആകട്ടെ നീ വാഴത്തെന്താ പറയാടെന്ന് വെച്ചു. ഞാൻ മുന്നിപ്പോൾ പഠിപ്പിച്ചിരുന്നു. പന്ന് ഇതില്ല, ഇതാ സൈദൽ ഖത്തീബ് വന്ന് രംഗത്തൊന്നുമില്ല, എവിടെയും കിഞ്ഞിട്ട് അത് വയ്യ ആരോ കളിച്ചു പോയി ഉണ്ടാക്കിയതാണ്. അന്ന് അത് ജനിച്ചിട്ട് പോലുമില്ല. ഒന്നാം പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ മുഹമ്മദുല്ലാക്കാർ ഉപ്പ ഖാദി അൽ അല്ലാമ അബ്ദുല്ലാഹി സ്വാലിഹ് അൽ ആബിദ് അൽ മുഫ്തി എന്തെല്ലാം മുസ്ബ പറഞ്ഞാലും മൂപ്പർക്ക് മതിയാവില്ല. إذا قلت لصاحبك يوم الجمعة أنصت والإمام يخطب فقد لغوت. ഇതാണ് മുത്തഫഖുൻ അലൈഹി റിവായത്ത്. ഇതെനിക്ക് അവലോലൊക്കെ പഠിപ്പിച്ചാൽ നേരം അത് നീ പഠിച്ചു വെച്ചോ. ഇനി കാണാൻ പടയിൽ നോക്കിയിട്ട് വെച്ചോ. എന്തിനാന്ന് അത് വേറൊന്നുണ്ട്. പാർട്ടിക്കൂടാന്ന് പാർട്ടിക്കാരെ കിട്ടായാലും അത് കൊടുത്തോണ്ട് ആ കളയലി ഉണ്ടാകും. ഒരു സിമ്പിളായി മാറിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് അയാൾ കളവറിട്ടില്ല. നബി തങ്ങളുടെ പേരിലും അബൂഹുറൈറ തങ്ങളുടെ പേരിലും നട്ടാൻ നട്ടിച്ച് കളവറിട്ടില്ല. അയാളെ സ്വന്തം അഭിപ്രായം കൊണ്ട് മൗലവീയത്തിൽ എന്താക്കും? ഹദീസ് ഓടിക്കും. എന്നിട്ടെന്തെങ്കിലും കഥയുടെ അന്നേരമൊന്നും പറയില്ല. മടങ്ങി വരുമ്പോൾ ചോറും വെച്ചിട്ട് വരുമ്പാന്ന് പറയില്ല. നീ ഇന്നത് വായിച്ചില്ലേ, ഇന്നത് വായിച്ചില്ലേ, സുബ്ഹാന പോലെ ഇന്നത് വായിച്ചില്ലേ. നമുക്ക് എപ്പോൾ ഓർമ്മയുണ്ടാവും ഇത്. അവിടെ സുബ്ഹാന പോലെ ഹദീസ് വായിച്ചാൽ ഇങ്ങനെയാ വായിക്കേണ്ടത്. അത് നോക്കുമ്പോൾ ശിഫയിൽ അങ്ങനെയുണ്ട്. ശിഫാന്റെ ഹദീസാണ്. മടിച്ചു പോയപ്പാ എന്തെന്ന് സലഫസാരങ്ങളെ കഥ പറയാൻ എന്തിനും മടി വന്നത്, എന്തിനും മടി. അങ്ങനത്തെ
ഇനി വമിൻ ആദാതിഹിം റളിയല്ലാഹു അൻഹു ഫീ ബഅദിൽ ഖളായൽ ഇജ്തിമാഇയ്യ, ഈ സംഘടിതമായിരിക്കുന്നവരവരുണ്ട്, കുടുംബക്കാർ, അതുപോലെ മറ്റുള്ള ഇജ്തിമാ അതിൽ. വഖാല സയ്യിദുൽ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അൽ-അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അഹ്ലനാ വസലഫനാ മിൻ ആദാതിഹിം യജ്അലൂന മൻസിലൻ ഖാസ്സൻ ഔ ഖിസാനതൻ ഖാസ്സതൻ ലിഅൻഫുസിഹിം ലിയളഉ ഫീഹാ മാ അറാദു മിനൻ നഫഖതീൻ. എന്താ പറയുന്നത്, നമ്മളെ അഹ്ലുകാരാവട്ടെ, നമ്മളെ സലഫു സാലിഹ്യങ്ങളാവട്ടെ, അവരെന്താണെന്നറിയോ, പൈസ വെക്കാൻ പ്രത്യേക ഒരു സ്ഥലം ഓർക്കേ അറിയുള്ളൂ. പൈസയുടെ വെച്ച് ഒരു ഖസാന വരുണ്ടാവും. കണ്ടെങ്കിലെല്ലാം ഭാര്യ വിളിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോക്കല്ല, അതിൻ്റെതായ ഒരു മൗലിയുണ്ട്. നമ്മളിപ്പം ആദ്യം അങ്ങനെ ചോദിച്ചു, ഒന്നും പൈസ ഉണ്ടല്ലോ, പാത്രത്തിൽ ഇട്ടിട്ട് സാധനം വാങ്ങിയിട്ട് എന്താക്കുന്ന രീതിയിൽ കൊട്ടിച്ച്, അപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാം തീർന്ന്. ഇനി ഇപ്പാക്ക് നാളെ മറിയം ബേബി കൊടുത്താണെങ്കിൽ കൊടുത്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ എടുക്കുമ്പോൾ, ഇന്നലെ ഇത് എഴുന്നാ വന്നേന്ന് ആലോചിക്കുമ്പോൾ ഇത് ഉപ്പാക്ക് കറാമത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് വെച്ചത്. അല്ലെങ്കിൽ ആദ്യം അട്ടിക്കാട് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുക്കുന്നില്ല തോന്നല്ലേ. അതാ ഒരിക്കൊരു മൻസിലി അല്ലെങ്കിലോ ഒരു ഖസാനത്തുൻ ഖാസൽ യളഉ ഫീഹാ മാ അറാദു മിനൻ നഫഖ, നഫഖത്തിലെ പൈസ അത് വെക്കാൻ. വലാ യഫ്തഹുഹാ വലാ യത്ലി അലാ മാ ഫീഹാ അഹദുൻ, അതിൽ പബ്ലിക്കായിട്ട് തുറക്കുകയും ചെയ്യില്ല, അതിൽ എത്ര പൈസ ഉണ്ടെന്ന് ആരും അറിയില്ല. സത്റൻ ലിൽ ഹാൽ, ഇല്ലായ്മയും അറിയണ്ട, ഉണ്ടായ്മയും അറിയണ്ട. വഖദ് തഖ്ലു ബഅദൽ അഹ്യാനി മിൻ കുല്ലി ഷൈഇൻ, ചിലപ്പോൾ എന്താവും, ഒന്നുമില്ലാത്ത ഖാലിയാവും. തഖ്ലു എന്ന് പറഞ്ഞാൽ ഖസാന ഖാലിയാകും, ഒന്നുമില്ലാണ്ട്. വലാ യദഊനൽ മിഫ്താഹ മിൻ യദിഹി, കൈമത താക്കോൽ ആർക്കും വിട്ടുകൊടുക്കുകയും ചെയ്യില്ല. വതഹതദാലിക സിർറുൻ വഹിക്മ, അതിൻ്റെ പിന്നിലൊക്കെ ചില സിർറും ഹിക്മത്തും ഉണ്ടെന്ന് പറഞ്ഞു. മുമ്പൊരു ഹദീസ് ഓതിയിട്ടില്ലേ, നിങ്ങൾ ഇതിന്മേൽ എത്ര ഉണ്ടെന്ന് അറിയണ്ട, കുറഞ്ഞു പോയാൽ എന്താക്കും, നിങ്ങളെ ഫക്കീറായി കണക്കാക്കി നിസ്സാരപ്പെടുത്തും, ഏറിയ കൊടുത്താൽ അവർ പ്രതീക്ഷിച്ച പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ബഖീലാക്കുകയും ചെയ്യുന്നു. وقال رضي الله عنه عادة السلف الصالح أنهم يصرفون ثلث أموالهم في حرث الأرض. ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്നുണ്ടല്ലോ, അത് 1/3 ഭൂമിയിൽ കൃഷിക്ക് വേണ്ടി ചിലവാക്കും. 1/3, അപ്പം 33% വസുലുസഹാ ഫീമാ യുക്രിമൂന ബിഹി, 1/3 എന്താക്കും, അതുകൊണ്ട് മറ്റുള്ള ആൾക്ക് ആദരവ് കൊടുക്കും, അത് വിരുന്ന് സൽക്കാരം, മറ്റുള്ള ആൾക്ക് ലക്ഷ്യം. വസുലുസഹാ ഫീമാ യുക്ലൂന, 1/3 ഇവർക്ക് ഭക്ഷിക്കാനും. 3 വഹജയാക്കി, ഒന്ന് പറമ്പിന് തന്നെ തിരിച്ചു കൊടുത്ത്, മറ്റൊന്നോ അതിഥികൾക്ക്, മറ്റൊന്ന് സ്വന്തം ആവശ്യത്തിന്. വഖാല റളിയല്ലാഹു അൻഹു ആദത്തു അഗ്നിയായ അസ്ലാഫിനാ, നമ്മുടെ സലഫിങ്ങളിൽ അഗ്നിയാക്കളുണ്ട്, അവരുടെ ആദത്ത് എന്താ, അല്ലാ യംനഉ സവാജ ബനാതിഹിം ലിൽ ഫഖറായി മിൻഹും, പെമ്മക്കളെ കെട്ടിക്കലായിരിക്കും ഫക്കീറമായ ഭർത്താക്കന്മാരൊക്കെ ആയിരിക്കും. സലാഹ് മാത്രം നോക്കും ഒക്കെ. അല്ല, സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ എന്ന്? അമീറിൻ്റെ രാജാവ്, വലിയ രാജാവിൻ്റെ സുൽത്താൻ്റെ മകന് പങ്കിട്ട് വന്നപ്പം കെട്ടിക്കൂലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ലോക സുന്ദരിമാരിൽപ്പെട്ട വനിതയാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബിൻ്റെ മോള് വന്നു. മൂപ്പർക്ക് രാത്രി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ടിഫിൻ എടുത്തിട്ട് പോകുന്ന അതുണ്ട്, 2 ദിർഹം മഹറിനാന്ന് കൊടുത്തു. ഇതാണെല്ലാം ആക്ഷേപിച്ചു. എന്നും പറഞ്ഞ് എനിക്കതാ ഇഷ്ടം, എൻ്റെ മോളെ ഞാൻ കെട്ടിക്കണ്ടി. അവൻ ഭർത്താവ് ഫക്കീറായി പോയാൽ കെട്ടിക്കാൻ പഠിക്കൂല. مثل الحبيب محسن بن حسين بن عمر العطاس رضي الله عنه والحبيب أحمد بن محمد المحلا رضي الله عنه. എന്നിട്ടോ ثم هم ينفقون عليهن وعلى أزواجهن, പമ്മക്കളെയും പോയിട്ടു പുതിയാപ്പള്ളിയും പോയിട്ടു. കണ്ടാ ഒരവസ്ഥ നോക്ക്. എന്നോട് കൊണ്ട് വെച്ചിട്ടുണ്ട്, എൻ്റെ പെണ്ണുങ്ങോ ആറാളെ പറ്റും അല്ലേ, അപ്പോൾ ഓർക്കും മറ്റോ പൂജാപ്പള കഴിവില്ലെങ്കിൽ 7ാമത്തെ ഒരു മോനും കൂടി എൻ്റെ പെണ്ണുങ്ങൾ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞ മോശം കണ്ടാ, ഇല്ലെങ്കിലുണ്ട് ഞാൻ തന്നെ.
وقال نفعنا الله به آمين من عادة السلف أنهم لا يعذرون الشريف إذا فعل ما يوجب التحذير. ശിക്ഷ നടപ്പിലാക്കേണ്ട ചില കാര്യം ഉണ്ടാവും. ഹദ്ദും തഹ്സീറും രണ്ടാണ്. ഹദ് എന്ന് പറഞ്ഞാൽ അതായിരിക്കുന്ന ഹാക്കിമിന് പ്രത്യേക കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. തഹ്സീർ എന്ന് പറഞ്ഞാലോ ഞെട്ടിക്കലയോ ഒരു അടിക്കലയോ അല്ലെങ്കിൽ ഒരു കൊട്ടലയോ ചെവി പിടിച്ച് തിരുമ്പലി അങ്ങനല്ലോ. അതെന്താക്കുന്നില്ല. ഷരീഫിനെ അവിടെ ഒന്നും കളിക്കില്ല, തങ്ങമാറ ബഹുമാനിച്ചിട്ട്. പെണ്ണ് അടി കിട്ടാൻ ആവശ്യമായ ഒരു പണിയെടുത്തിട്ടുണ്ടെങ്കിൽ സൗജത്തിന് അടിക്കുകയും ചെയ്യൂല, കയ്യേറൂല. നിക്കാഹ് ഫസാക്കാൻ വേണ്ടി കാര്യം ആവൂല, കൂട്ടിയടക്കാന്നല്ലാതെ കണ്ട് ഫസാക്കുന്ന വിഷയത്തിൽ ഇടപെടൂല, അത് പിരിക്കലായി. അതുപോലെ ഇതാ ഹസലമായ യുജബ്ബിസു അതിന് ആവശ്യമായ സംഗതി ഉണ്ടായാൽ തന്നെയും പിരിച്ചുവിടാൻ നിൽക്കൂലെന്ന്. വൈകാന മുഖറൻ ഫി ശറഅ, അത് ശറഇലെല്ലാം പറയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അപ്പണിക്ക് നമ്മൾ നിൽക്കൂലെന്ന്. ഫഹും യുഖർറിറൂനഹു വലാ യഫ്അലൂന, ഫിഖ്ഹിൽ അങ്ങനെയുണ്ട്, മസ്അല ഇങ്ങനെയാണെന്ന് എല്ലാം അറിയാം, പക്ഷെ അപ്പണിക്ക് നമ്മൾ നിൽക്കൂല. അല്ല എനിക്ക് അറിയാറാകൂല. മുമ്പ് എന്താന്ന് ആരോടോ ഈ മുമ്പിൽ മിമ്പർ ഉണ്ടല്ലോ പള്ളിയിലെ, ഈ മിമ്പർ സഫിനെ മുറിക്കുമോ ഇല്ല എന്നൊരു ചർച്ച വന്നു. എന്തൊരു മേലാറ് പറഞ്ഞു പോലും ചാമക്കാട്ട് ബുഖാരി സാദാത്യങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ കോയപ്പെട്ട് ഞങ്ങളേട്ടാ പറഞ്ഞത് അങ്ങനെ സഫ് നിൽക്കലുണ്ട്, മുറിയലില്ല. ഉടനെ എമ്പത്തുള്ള തങ്ങൾ ചോദ്യം ചെയ്തില്ലേ, ബുഖാരി സാദാത്യങ്ങൾ ആരാ ഇമാമത്തിന് നീക്കുന്ന കണ്ടത്? മുറിമാമത്തുക്കൂലല്ല, ആറത പിടിച്ചാണ് നിർത്താന്നല്ലാണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന്. എടുത്ത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഫിസന്റ് ആണെങ്കിൽ സഫ് മുറിയൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം തൂണെടുത്ത് മാറ്റാൻ കഴിയൂല, വലിയ ഭയങ്കരമായ മെമ്പറുണ്ടാവും, ആയിരിക്കും എടുത്ത് മാറ്റാൻ കഴിയുക? അത് പള്ളിൻ്റെ ജുസു പോലെ കണക്കാക്കിയിട്ട് എന്താക്കും, സഫ് മുറിയൂല എന്ന്. ഇടയ്ക്ക് പറ്റിയ സ്റ്റൂള് കസാല എന്താക്കും, ആവശ്യമില്ലെങ്കിൽ സഫ് മുറിയും. അതാണ് മങ്കൂല്. അതിന് മുറിയുന്നില്ല ഖിലാഫുണ്ടെങ്കിൽ മൂലക്ക് പറ്റുന്നു, എന്നാൽ പിന്നെ സഫട തീർന്നില്ല. ഇനി വഖാല റളിയല്ലാഹു അൻഹു വന്ന് കാന സലഫു യുറത്തിബൂന അവഖാതഹും, സമയത്തിൻ്റെ എന്താക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. ഇത്ര മണി മുതൽ ഇത്ര, ഇത്ര മണി മുതൽ ഇത്ര, ആ ടൈം ടേബിളാണ്. ഫവഖത്തുൻ യദ്കുറൂനല്ലാഹ ഫീഹി, ഒരു വഖത്തിൽ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലും. അത് ഫിൽ ജിബാലി വൽ മവാദിൽ ഖാലിയ, ഒന്നിക്ക് ഖാലിയ സ്ഥലത്തോ മലയിലോ കടൽക്കരയിലോ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നിട്ട് ദിക്റിൽ ഒരു ടൈം. വവഖത്തുൻ യസ്രിഫൂനഹു ഫീ തലബിൽ ഹലാൽ, ഹലാൽ തേടാൻ വേണ്ടിയിട്ട് എന്താക്കും, എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടിയിട്ട് സമയം നിശ്ചയിക്കും. വസ്സഈ വറാഅ മാ യുഈനുഹും അലാ ആഖിറതിഹിം, ആഖിറത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും വിശപ്പ് മാറ്റണ്ടേ, അതിന് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു പണിക്ക് ഒരു സമയം. ഒരു വക്കത്ത് എന്താക്കും, പുരക്കാറുമായിട്ട് ഇനാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിൽ. ഖാല സയ്യിദുൽ ഹബീബ് അബ്ദുൽ ബാരി, ഞാനല്ലേ ഇബ്നു ശൈഖിൽ ഐദറൂസ്. ഒരാളുടെ പേരെങ്കിൽ നമ്മുടെ പേര് ഒത്തു വന്നല്ല, ഒരു കിതാബിലും കാണുന്നില്ല, നിങ്ങളെ കൂട്ടത്തിലും വല്ല എവിടെയും കാണാനില്ല. അത് എങ്ങനെ ഒറ്റപ്പെട്ടു പോയെന്നാണ്. സയ്യിദ് ഷരീഫുൽ വലിയ സലാൽ ഹബീബ് അബ്ദുൽ ബാരി ഇബ്നു ശൈഖ് ഇബ്നു ഐദറൂസ് എവിടെയാ വഫാത്തുഹു? 1357 വഫാത്ത്. ജനനവും മരണവും ഇവിടെ തരീമിലാണ്. ജമാ ബഅദ് തലാമത്തെ ഷൈമി മവാഇലിഹി വ കലാമിഹി ഫി മുജല്ലദിൻ, മൂപ്പറെ സംസാരങ്ങളും അവരുടെ വഅദുകൾ എന്താക്കിയിട്ടുണ്ട്, ശിഷ്യന്മാരും ഒരു മുജല്ലദിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാന അഹ്ലുനാ യുഅല്ലിമൂന ഖത്മുൽ ഖുർആൻ, ഖത്മുൽ ഖുർആൻ എന്നുള്ളത് വലിയൊരു പ്രാധാന്യമായിട്ട് എന്താക്കും, അതിനെ ആദരിച്ചെടുക്കും. അന്ന് ഒരു പരക്കന് ഒരു പെരുന്നാളാണ്. എന്നിട്ടോ നാട്ടുകാർക്ക് വേണ്ടി സൽക്കാരം ഒരുക്കും. ആ ലിയാഫത്തിൽ ശരിക്കും മംഗലത്തിൽ ഒരു പരിപാടി പോലെ തന്നെ അതിന് സൽക്കാരും കുളെല്ലാം കിറ്റി. ചില കിതാബ് തീരുമുണ്ടാകും, കക്കഴിപ്പുറത്തോറ് വരലുണ്ടല്ലോ. ഒന്ന് ഏഴാലോ മധ്യ സമാപനത്തിന്
മറ്റൊന്ന് കിതാബ് ഷിഫ സമാപനത്തിന് വലിയ ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി അതിൽ ഹദീസെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊടുക്കല്. അതെല്ലാം ഒരു ഓർമ്മയായിട്ടോ ഇനി എനിക്ക് ആരുണ്ട് ഇൻഷാ അല്ലാഹ് ഞാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോയി. തലയ്ക്ക് ശേഷം നല്ലോണം ദ്വാരക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനത്തെ പരിപാടിയൊന്നും ആയിട്ടൊന്നും ഇല്ലെന്ന് തന്നെ. അതാ മീൻ റൊസീൻ കണ്ടാ നല്ല നെയ്ച്ചോറുണ്ടാവും, ഹരീസിൻ്റെ അൽസ ഉണ്ടാവും, ലഹമിൻ്റെ ഇറച്ചി ഉണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിൽ കുളന്നെ യമനിക്കോള്. എന്നിട്ട് പറയും ഖാലല്ലാഹു തആല വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറയും ചെയ്യും. അള്ളാഹുവിൻ്റെ ശആഇർ ആരെങ്കിലും ആദരിച്ചാൽ അത് കൽബിൻ്റെ തഖ്വയാണ്. എന്നിട്ടോ വൽ ഖുർആന മിന ശആഇർ, ഖുർആന് ശാഇറിൽപ്പെട്ടതല്ലേ. അതാ നീ മടിച്ചും തോന്നുന്നുണ്ട്. പേരും കൂടെ മതിയാക്കപ്പം. ഇനി വമിൻ ആദാതിഹിം റളിയല്ലാഹു അൻഹും ഫീ തഅല്ലുമിൽ ഇൽമി വ തഅലീമിഹി, ഇൽമ പഠിപ്പിക്കുന്ന എന്തുണ്ട് ഒരു സിലബസ് ഉണ്ട്. അത് കണ്ടമാനത്തുള്ള ബസ്സൊന്നുമല്ല, സ്റ്റേറ്റ് ബസ്സൊന്നുമല്ല. അതാ തഅല്ലുമിലും തഅലീമിലും. വഖാല സയ്യിദുൽ ഇമാം അഹ്മദ് ബിൻ ഹസൻ അൽ നഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു സലഫുനാ, നമ്മുടെ നേതാക്കന്മാർ യഖുദൂന മിൻ കുല്ലി ഫന്നിൻ ഐസറഹു വഅഖ്സറഹു വഅഹ്സനഹു വഅജ്മലഹു വഅക്മലഹു, എല്ലാ ഫന്നിൽ നിന്നും ഓതാനും പഠിപ്പിക്കാനും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കും. ഇപ്പം ഫിഖ്ഹാവട്ടെ, അഖീദയാവട്ടെ, തസവ്വുഫാവട്ടെ, നഹ്വാവട്ടെ, തറഫാട്ടെ, അതിൽ നിന്ന് ഏറ്റവും വാചകം ചുരുങ്ങിയതും അഖ്സർ ഏറ്റവും മുഖ്തസറായതും, അതുപോലെ ഹസൻ ഏറ്റവും മെച്ചമായതും നല്ല കാണാൻ ഭംഗിയുള്ള അക്മലും എല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു പടം തിരഞ്ഞെടുക്കുക. വലഹും യദും ഫിൽ കുല്ലി ഷൈഇൻ, അവർക്കെന്തുണ്ട് അതിലെല്ലാം ഒരു കൈയുണ്ട് എന്ന് വെച്ചാൽ അർഹതയുണ്ട്. അതിന് ഫിൽ ഫിഖ്ഹിയാവട്ടെ, നഹ്വാവട്ടെ, അദബാവട്ടെ, കരുതാലിക്കാം. വഇന്നമാ ലഹും ഫീ കുല്ലി ഫന്നിൻ കുതുബും മഖ്സൂസത്തുൻ യഖ്റഊനഹാ, അവർക്ക് ഓരോ ഫന്നിലും ഓതുന്ന പ്രത്യേക കിതാബുകളുണ്ട്. ഉദാഹരണം ഫമിൻ ഫന്നിൻ നഹവി കുതുബ് ഇബ്നു ഹിഷാം, ഇതാണ് തക്മീൽ ലിസാൻ അല്ലേ ബഷീർ ഉസ്താദ്? തക്മീൽ ലിസാൻ ഇബ്നു ഹിഷാമിൻ്റെ അല്ലേ? ഞാനിങ്ങനെ അവരോട് പറയല് വേറെ കിതാബുണ്ട്. വഫി തഫ്സീറുൽ ബഗവി മആലിമു തൻസീൽ നോക്കിയാൽ കാണാം ബഗവി. വഫിൽ അദബിൽ മഖാമാത്തുൽ ഹരീരി എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ കിതാബുണ്ട്, അത് ലോകപ്രസിദ്ധമാണ്. വഫിൽ ഫിഖ്ഹി കുതുബുൽ ഗസാലി വഅബൂ ഇസ്ഹാഖ് അശ്ശിറാസി, തസവ്വുഫിൽ അൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഖൂത്തുൽ ഖുലൂബ് അവാരിഫ് റിസാലത്ത് ശറഹുൽ ഹിക്മ. അപ്പം നമ്മളെ സിലബസിലോ ഇത് വൽ അർബഈനൽ അസ്ൽ അതുകൊണ്ട്. വമിൻ ബാക്കിൽ ഉലൂമിലോ മാ യുഖബിമു അൽസിനതഹും, അവരുടെ ഭാഷ ശരിയാക്കാൻ ആവശ്യമായതും വയറഫഉ അൻ സമാജത്തെ തബഈ, മനുഷ്യൻ്റെ പ്രകൃതിയിലുണ്ടല്ല വാചകം ശരിയാവേണ്ടെല്ലാം വെച്ച് അതെല്ലാം നീക്കാൻ ആവശ്യമായത് വേറെന്തെങ്കിലും കിട്ടാവുന്നു. അടിസ്ഥാനപരമായിട്ട് ഇതങ്ങോട്ട് തോന്നും. അത് ഖസാലിമാമിൻ്റെ പണ്ട് നമ്മൾ ജവാഹൽ ഖുർആൻ ഓതിയില്ലേ, പണ്ട് ഒരു കാസറ്റിൽ ഇറക്കിയ അതിൻ്റെ ഒരു ബാക്കിയത്, അതിൻ്റെ കോപ്പി ഉണ്ടല്ലോ ഇവിടെ. ജവാഹരല്ല അർബൈൻ ലക്ഷത്തിൽ തന്നെ വേറെ തന്നെ കിട്ടും. നിങ്ങൾക്ക് നബിയിലെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ തർത്തീബ് കണ്ട. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു അസ്സലഫു മിൻ അഹ്ലി ഹളറമൗത്തിന്റെ അഹ്ലുൽ ശറഫ് തലീം മാ യസ്തഗിലൂന വയഅതനൂന ഇല്ലാ ബിഅർബഅത്തിൻ മിനൽ ഉലൂം, ഉലൂമിൽപ്പെട്ട 4 കാര്യം കൊണ്ടല്ലാണ്ട് ഒരു കൂടുതൽ ശ്രദ്ധ വെക്കലോ സമയം ചെലവാക്കലോ ഇല്ല. 1 തഫ്സീർ, 2 ഹദീസ്, 3 ഫിഖ്ഹ്, 4 തസവ്വുഫ്. തഫ്സീറും ഫിഖ്ഹും തമ്മിൽ കാണിച്ച് ഫിഖ്ഹും തസവ്വുഫും 4 പള്ളി. വമിനൻ നഹ്വിൽ നിന്നോ ബിഖാദിരിൽ ഹാജ, ആവശ്യത്തിൻ്റെ കതിന് മാത്രം ഓതൂ. അത് 30. അതില്ല ഞാൻ കൂട്ടാനും സ്വാദം ഉണ്ടാക്കിയില്ല, ഭാര്യ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാനും കഴിയില്ല. നമുക്ക് അതിലുള്ള ഹാജത്ത് ഇങ്ങനത്തെ പഠിപ്പിക്കാതെ ഞാനാദ്യം പഠിച്ച ആളുണ്ടായിരുന്നു. ഞാൻ നഹവൊന്നും ഓതില്ല, നീക്ക് നഹവുണ്ട് എന്ന് പറഞ്ഞു. പറയേണ്ട ആളെ പറഞ്ഞപ്പോൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു ഞാൻ നഹവൊന്നും ഓതിയിട്ടില്ല, നിങ്ങൾക്ക് നഹവുണ്ട്.
വമിനൽ അദബ്, അദബ് എന്ന് പറഞ്ഞാൽ മറ്റേ ഉസ്താദിനെ കാണുമ്പോൾ വിളിക്കുന്ന അദബല്ലേ, ഭാഷ. അൽ മഖാമത്ത്, മഖാമത്തുള്ള രീതി, ഭാഷന്റെ ശൈലി പഠിക്കാൻ പല കിതാബുണ്ട്. റിയാദുൽ അസ്ഹാർ ഒരു കിതാബുണ്ടല്ലോ, ഖാദി ഇയാദിന്റെ മദഹ പറയുന്ന 7 മുജല്ലദിൽ, ഭാഷാ ശൈലിക്ക് നല്ല കിതാബാണ്. അസ്ഹാറുൽ റിയാദ്, ഖാദി ഇയാദിന്റെ ചരിത്രം 7 മുജല്ലദിൽ. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഏത്, സർഹദ് ഇമാമിന്റെ മക്തൂബത്ത്. ഇങ്ങനെ വെള്ളം എടുക്കുമ്പോൾ ഉള്ളൂ ഭാഷാ ശൈലി. എനിക്ക് പറഞ്ഞ മാതിരി ഏത് എന്തും ചാക്കിനാന്ന്, മുതല ചാക്കിനെ കുത്തേറ്റ മാതിരി. അവർ എന്താ പറയലോ, ഇൽമ് എന്നുള്ളത് ബർറിനും ഫാജിറിനും എല്ലാം കൈകാര്യം ചെയ്യാവുന്ന സാധനമാണ്. പക്ഷെ വൽ അമലു സാലിഹോ ലാ യുഹ്സിനുഹു ഇല്ല റജുലു സാലിഹ്, അയാൾക്കേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഓറം പറയുന്നത്. ബർറും ഫാജിറും എന്ന് പറഞ്ഞാൽ കുറ്റം കെട്ടോ അല്ലാത്തവനിക്കെല്ലാം കോട്ട് കിട്ടുമോ, എല്ലാവർക്കും കൈകാര്യം ചെയ്യാം. പക്ഷേ അമലു സാലിഹിനെ എന്താക്കൂല, സാലിഹായാക്കേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. وقال رضي الله عنه كان السلف يقدمون العمل على العلم. പറഞ്ഞിട്ടുണ്ട്, ഇൽമിന് മുമ്പായിട്ട് അമലിനെ മുന്തിക്കും. ويجعلون العلم حارسا يحرسهم جل جميله. എന്നിട്ടോ ഇവർ പഠിച്ചെന്നുണ്ടല്ലോ, അത് ഇൽമിനെ കാവലാക്കും. കാരണം ഇൽമി പറഞ്ഞാണ് ആദ്യം പഠിപ്പിച്ചുകൊണ്ടത്, അത് തെറ്റിപ്പോകാതിരിക്കാൻ. വമ്മ ഗൈറുഹും, മറ്റുള്ള ആളെന്താക്കുന്നത്, ഫയഖദ്ദിമൂനൽ ഇൽമിനെന്താക്കണം പഠിച്ചു വെച്ചിട്ട് വല്ല അമല ഇൻതഹും ബറക്ക, ഇൽമ് അമല് ഇവിടെ ബറക്കത്തിനായിക്കോട്ട് അല്ലെ കാട്ടോ. മാ ജാഅ മിൻഹു യക്ഫി, അപ്പൊ അമലിൽ നിന്ന് ഉള്ളത് മതിയോന്ന്. അതാണ് മറ്റുള്ള ആളെ നയെങ്കിൽ നമ്മളെ നയ അങ്ങനല്ല. وقال رضي الله عنه من عادات السلف أنهم لا يخوضون في الفضول. ഫുദൂലുകളിൽ ഏർപ്പെടൂല എന്നുള്ളതാണ്, ആവശ്യമില്ലാത്ത ഫുദൂലുകളിൽ ഏർപ്പെടൂല. വലാ ഫില്ലദീ ലം തദ്ഉൽ ഹാജത്തു ഇലൈഹി, ആവശ്യം അതിലേക്ക് ക്ഷണിക്കാത്ത കാര്യമുണ്ടോ അതിലും ഏർപ്പെടൂല, അനാവശ്യം. ഹക്കായ വിശ്വാസത്തിനെ തൊട്ട് കൽബിനെ തെറ്റിച്ച് കളയുന്ന ഒന്നും അടുപ്പിക്കാതെ കാത്തു സൂക്ഷിക്കും. ആ ഒറ്റ തലതിഞ്ഞവൻ്റെ പ്രസംഗം കേൾക്കാനോ അവൻ്റെ ലേഖനം വായിക്കാനോ ഒന്നും പോകില്ല. ഇവിടെ എന്താക്കുന്നത്, പ്രതിരോധം വെച്ചിട്ടുമില്ല, അപ്പുറം പോയും ചെയ്താൽ രാവിലെ മോമിനായ മനുഷ്യൻ വൈകുന്നേരം കാഫറാവും എന്ന് പറഞ്ഞ അവിടത്തേക്ക് എത്തും. ഇവിടെ എന്തെങ്കിലും പ്രതിരോധം വെച്ചിട്ടില്ല. അപ്പൊ മറ്റവനെന്താകും, സമർത്ഥമായി അവതരിപ്പിച്ചപ്പോ തെറ്റി. അപ്പൊ ഹക്കായ എഴുത്തുകാതിനെ തൊട്ട് കൽബിനെ മാറ്റം വരുത്തുന്ന എല്ലാത്തിനെ തൊട്ടും കാത്തു സൂക്ഷിച്ചുകൊണ്ടേ പണിയെടുക്കും. വഖാല അയ്ദൻ റളിയല്ലാഹു അൻഹു കാന മിൻ ആദത്തി സലഫി ഇദാ ബതദഅ താലിബുൽ ഇൽമി ഫി തലബി. കണ്ടാ, ഒരു താലിബുൽ ഇൽമ് എന്താക്കുന്നത്, തലബിന് തുടങ്ങുകയാണെങ്കിൽ യഅ്മുറൂനഹു ബിൽ ഖിറാഅത്തി ഫിൽ കുതുബിൽ മുഖ്തസറത്തി സഹിലത്തിൽ ജാമിഅത്തിൽ ഇൽമി വൽ അമൽ. ഇൽമിനെയും അമലിനെയും ഒരുമിച്ച് കൂട്ടുന്നതും എളുപ്പമായതും മുഖ്തസറായതുമായ കിതാബ് ആദ്യം എന്താക്കും തുടങ്ങും. നമ്മൾ പനാൻ സിലബസെല്ലാം കാണുന്നില്ലേ, ചെറിയ ചെറിയ കിതാബ് ഇങ്ങനെ അങ്ങനെ കയറിപ്പോക്കല്ലേ. ദമിസനൽ ഹിൽജത്തി ലി ബഹറത്ത്, അതൊരു കിതാബാണ്, നമ്മൾ കണ്ടില്ല. ബഹ്റക്ക് എന്ന മുസന്നിഫിൽ എടുത്തിട്ട്. വബിദായത്തുൽ ഹിദായ, അത് ഖസാലി ഇമാമിൻ്റെ എല്ലാവർക്കും അറിയാം. വമാ അശ്ബഹ ദാലിക്, ഇതുപോലത്തെ എളുപ്പമുള്ളതും വാചകം ചുരുങ്ങിയതും എല്ലാം ഉള്ള ഒരു കിതാബ്. വൈദാ മർറ അലാ ദിക്രിൻ നബവിയ്യിൻ, നബവിയ്യായൊരു ദിക്ർ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷമായിലോ ഒരു വസ്ഫോ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ യഅ്മുറൂനഹു ബിഹിഫ്ളി, അത് കാണാപ്പാടാക്കാൻ വേണ്ടി കൽപ്പിക്കും. അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല, ചുവപ്പോടുകൾ എന്ന വെളുത്ത നിറത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അത് കാണാപ്പാടാക്കും. വയസ്തഈദൂന ഖിറാഅതഹു മിൻഹു ബഅദ അൻ യഹ്ഫളഹു, അത് മനപ്പാടമാക്കിയതിന് ശേഷം അത് വീണ്ടും കൊണ്ടെന്താക്കും, മടക്കി ഓതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അതൊന്ന് പറയട്ടെ അല്ലെങ്കിൽ ചൊല്ലിയട്ടെ ഉണ്ടല്ലോ. അപ്പം മാറി വരാനായിട്ട് അബ്ദുൽ മുത്തലിബി എന്നിട്ട് നമ്മളെ ഹിലാല് പാടലുണ്ട്.
അപ്പൊ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാടോ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് എന്നാക്കിയിട്ട് പാട്ട് കൊടുക്കും. ഹാക്കദാ കാനൂ റളിയല്ലാഹു അൻഹു അല്ലേ. ഇപ്പോഴോ വൽ ആന യമുറു താലിബു അലൽ കിതാബ് മിൻ അവലിഹി ഇലാ ആഖിരിഹി. ഇപ്പം എന്താണെന്നറിയോ, കിതാബ് തുടങ്ങുന്നതാണോ തീർന്നെന്നും പറയുന്നതാണ്. തുടങ്ങുന്ന കാണാം, തീരുന്നതും കാണാം. വലാ യുഹദ്ദിസു നഫ്സഹു ബിഹിഫ്ളി മാ ഖറഅഹു മിൻ അദ്കാരിൽ അമൽ. അമലുമായി ബന്ധപ്പെട്ട ദിക്റുണ്ടാകും. ഏത് തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ റബ്ബനാ ലകൽ ഹംദു, ഖുനൂത്ത്, സുബ്ഹാന, ഇതെല്ലാം അദ്കാർ അമലുമായി ബന്ധപ്പെട്ട അദ്കാർ മനപ്പാടാക്കിയിട്ടുണ്ടാവില്ല. വലാ അഹദു യഅ്മുറു ബിഹിഫ്ളി ദാലിക, അത് കൽപ്പിക്കാനും ആളില്ല. അതുകൊണ്ട് ഫൽ യഹരിസിൽ കുല്ലു അൽ മുആവനത അലൽ ബിർരി വത്തഖ്വ, ബിർറ് തഖ്വാക്ക് പരസ്പരം സഹകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹിക്കണമെന്ന് ഇവിടെ ഉപദേശിക്കുന്നു എന്നാണ് പറഞ്ഞു. وقال نفعنا الله به إن من عادة السلف إذا ابتدأوا في كتاب أو ختموه. സലഫ് സാലിഹ്യങ്ങൾ ആദത്ത് എന്താണ്, ഒരു കിതാബ് തുടങ്ങുകയാണെങ്കിലും അത് സമാപിക്കുകയാണെങ്കിലും യഖ്റഊനൽ ഫാത്തിഹത ലിമുഅല്ലിഫിഹി, മുഅല്ലിഫിന് ഫാത്തിഹ ഓതും. വകാനൂ ലാ യഖ്റഊന കിതാബൻ ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിൽ ഒരു കിതാബ് ഓതൂല ഇല്ലാ വയഖ്റഊന മഅഹു കിതാബൻ ഫി തസവ്വുഫി, തസവ്വുഫിൽ ഒരു കിതാബും കൂടി കൂട്ടി ഓതാണ്ട് ഓതൂല. കാരണം ഫിഖ് മാത്രം ഉണ്ടായാൽ എന്താണ്, നിക്കാഹത്തിൽ പേടിച്ചല് സുന്നത്താണേന്ന് അല്ലേ, പേടിച്ചല് സുന്നത്താണേ. എന്താന്നുള്ള സുന്നത്ത് എടുത്താക്കോലുണ്ടോ വിശ്വസിച്ചില്ലാത്തത്. തസവ്വുഫി പറയുന്ന ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ മുഫ്ലിഹീങ്ങളായി. അപ്പൊ ഈ മുഫ്ലിഹീങ്ങളായി എന്ന് കാണാത്ത കാലത്തോളം പൊടിച്ചിൽ സുന്നത്താന്ന് എടുത്താൽ മടിയും എടുക്കാൻ വെള്ളം എടുക്കേണ്ടത് ഇപ്പൊ പഠിച്ചു വെച്ചത്. അപ്പൊ അവിടുത്തെ ലാഘവബുദ്ധി കുറക്കണമെങ്കിൽ എന്താക്കണോ, ഇതും കൂടെ കൂട്ടിച്ചേർക്കണോ. وقال أيضا إن سلفنا ينهون عن مطالعة الكتب التي فيها ذكر ما جرى بين الصحابة رضي الله عنهم. സഹാബത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടോ അവരുടെ കുറ്റക്കാരോ അവർ പാർശ്വങ്ങളോ ഒന്നുമല്ല. അല്ലാഹു തആല റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടാണ് ഓരോ വഫാത്താകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് ചോദ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളത് വായിക്കാൻ പാടില്ല എന്നുള്ളത്. ഇല്ലാതെ നിർവർത്തിച്ചല്ലോ, അല്ല കിതാബ് ബോധമം കണ്ടുപോയെങ്കിലായി നല്ലണ്ട്. വക്കാന ഇദാ ജാഅ ദിക്റു മാ ജറാ ബൈനഹും, സഹാബത്തിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടാൽ യഖ്റഉ ഖൗലുഹു തആല റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലല്ലദീന സബഖൂനാ ബിൽ ഈമാനി വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന് തോന്നും. അവിടെ അല്ലാഹു തആല ആദ്യം മുഹാജിരീങ്ങളെ പറ്റി മദ്ഹ് പറഞ്ഞു, ശേഷം അൻസാരികളെ പറ്റി മദ്ഹ് പറഞ്ഞു. മൂന്നാമത്തെ വല്ലദീന ജാഊ മിൻ ബഅദിഹിം എന്ന് തുടങ്ങുന്ന ആയത്താണ് ശേഷക്കാർ പറയേണ്ടത്. അത് ഓതിയിട്ട് വയഅ്മുറൂനൽ ഹാദിരീന ബിഖിറാഅതിഹാ, അത് ഓതാൻ വേണ്ടി ഹാദിരീങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യും. അപ്പം മുൻകഴിഞ്ഞവരോടുള്ള വല്ലാത്തൊരു ആദരവ്. തീർന്നേ. വഖാല റളിയല്ലാഹു അൻഹു കാന മിൻ അമലി സലഫി, സലഫു സാലിഹ്യങ്ങളെ അമലിൽപ്പെട്ടവർ അൽ മുവാദബത്തു അലാ ഖിറാഅത്തിൽ മുഹദ്ദബി, മുഹദ്ദബില്ലേ ഷർഹൽ മുഹദ്ദബിൻ്റെ മത്തിനി അബൂ ഇസ്ഹാഖ് ഷിറാസിൻ്റെ ആ മുഹദ്ദബ് ഓതുന്നതിൻ്റെ വേണ്ടി പതിവാക്കും. ഫിഖ്ഹല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണ അവറാദിൻ്റെ മഹത്വം തന്നെ അതിനുണ്ട്. കുല്ലയോമി എന്നിട്ടോ അഹദം അതിന് 41 ഓഹരിയാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒരു ദിവസം നോക്കിയാൽ 41 ദിവസം കൊണ്ട് എന്താക്കുക ഖത്തം ഓതാലോ. യഖ്റഊന കുല്ല യൗമിൻ ജുസ്അൻ, അതങ്ങനെ മുദാറസത്തൻ കമുദാറസത്തിൽ ഖുർആൻ, ഖുർആൻ മുദാറസ ചെയ്യുന്നത് പോലെ. നമുക്കിപ്പോൾ ഡബിൾ ഡ്യൂട്ടി എന്തുണ്ടാവുന്ന ഒന്നും അറബിയിൽ വായിച്ച് മലയാളത്തിൽ അർത്ഥം വെക്കലും ഉണ്ടാകുന്ന എന്താകും ഡബിൾ ഡ്യൂട്ടി വരുന്നു. അറബി എടുത്തൊന്നും ഓതും ഇതില്ല, ഇങ്ങനെ എന്താ വായിച്ചങ്ങോട്ട് പോക്കാം. വൈദാ ഖതമൂഹു, അത് തീർന്നാലോ ആദുഹു വീണ്ടും തക്കുന്നേ തുടങ്ങും, മടക്കി ഓതും. ഫവസലു, അതുകൊണ്ട് അവരെത്തിച്ചേർന്നില്ല മാ വസലു ഇലൈഹി മിനൽ ഇൽമി വബറകതിഹി,
ഇൽമിൻ്റെയും ഇൽമിൻ്റെ ബറക്കത്തിലേക്കും അവർ എത്തിച്ചേർന്നു. വനൂരിഹി വൽ അമലി വനൂരിഹി വൽ ഇഹാതതി ബിദ്ദലീലി വത്തഅലീൽ. ഫിഖ്ഹിയാരോ മസ്അലക്കും ദലീലുണ്ടാകും തഅലീലുണ്ടാകും. ഇമാം മഹലിൽ ഓതിയ ഹാബിൽ ദലീലി വത്തഅലീൽ എന്നല്ല പറഞ്ഞേ. هذا ما تعطيه حاجة المتفقهين لمنهاج الفقه من شرح يحل ألفاظه ويبين مراده. حامل للدليل والتعليل. ദലീൽ എന്താ? ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? തഹലീൽ എന്താകും? അഖ്ലിയായ ന്യായങ്ങൾ. വമസ്തുംബിത മിൻ ദാലിക, അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യപ്പെട്ട മസ്അലകളും വമാ ഖീസ അലൈഹി, അതിൽ ഖിയാസാക്കപ്പെട്ട മസ്അലകൾക്ക് എന്താകും? അത് തിരിയാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞു. ഇതൊരു കഷ്ണയിലുള്ളൂ. ഇപ്പോൾ ഒരു 3 സലാത്തിൻ്റെ അടിച്ച് ഒരു ബുടലും വാഹിദ്. നിങ്ങൾ മടുപ്പിക്കുന്നതല്ല, അങ്ങനെ മടിക്കൽ എന്നാണ്. അതിന് വൈപ്പെട്ടാലാവൂല. കുറേ കാലം വൈപ്പെട്ടില്ലേ? തീർന്നു. 5 മിനിറ്റ്. വമിൻ ഇഖ്തിയാറാത്തിഹിമുൽ ഫിഖ്ഹിയ്യ, ഇനി ഫിഖ്ഹിയായ ചില മസ്അല ഇഖ്തിയാറാക്കല പറയും. മാ ഹക്കാഹുൽ ഹബീബ് അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു ബിഖൗലിഹി, മുബർ പറഞ്ഞു, മിൻ അമലി സലഫി സാലിഹി അന്നഹും മാ യഹ്താതൂന ഇല്ലാ ഫി സനതൈനി. സലഫു സാലിഹ്യങ്ങൾ വളരെ സൂക്ഷ്മത പ്രകടിപ്പിക്കുന്ന 2 കാര്യമുണ്ട്. ഫി അബ്ലാഇൻ നിസായി വഫി അംവാലിൻ നാസ്, ജനങ്ങളെ മുതൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും അതുപോലെ സ്ത്രീകളുടെ സംബന്ധിച്ചു. അതാ വമാനാഹുൽ ഫർജു ഫയഖദൂന ഫീ ജമീഇ ദാലിക ബിൽ അഹ്വത്തി, ഈ വിഷയങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുക. അന്നും ചോദിക്കും, മറ്റുള്ളതിന് ലാഘവ ബുദ്ധിയാണോ? അതല്ല. വമ്മാ ഗൈറു ദാലിക ഫയത്റുകൂന കുല്ലൻ വമാ അറാദ മിനൽ അമൽ, എല്ലാവരെയും കെട്ട് വിട്ട് എന്താക്കും? അവർ എന്താ ഉദ്ദേശിച്ച അമലി. വലാ യുസബ്ബിതൂന അഹദൻ മിനൽ അമലി, അമലിൽ നിന്ന് ആരെയും പിന്തിരിപ്പിക്കൂല. ഓൻ അമൽ അങ്ങ് ചെയ്തോട്ടെ. ഇദാ കാന മുത്തബീനിൽ കിതാബി വസുന്ന, കിതാബ് സുന്നത്തിന് ഇത്തിബാ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഓനങ്ങ് ചെയ്തോട്ടെ. ഒരാൾ ഇതിൻ്റെ കുറേ സ്വലാത്തിലും ചൊല്ലിക്കും, ഒരാളുടെ കുറേ നിൽക്കുന്നു, കിച്ചോട്ടെ. വലം യഖ്റുജൻ മദാഹിബിൽ ഉലമാഇ അല്ലദീന ഖല്ലദഹുൽ ഖാസ്സത്തു വൽ ആമ്മ, ഖാസ്സായ ആളുകളും ആമ്മായ ആളുകളും ഏതെല്ലാം ഉലമാനെ തഖ്ലീദ് ചെയ്തിട്ടുണ്ടോ ആ മദ്ഹബിൽ നിന്ന് പുറത്തു പോകാത്ത രീതി അമല് വന്നാൽ ചെയ്തോട്ടെ നോക്കും. തിന്നമോ ഖാസത്താരാന്ന് ഖസാലി ഇമാമ്, നബവി ഇമാമ് തുടങ്ങി ഇമാമികൾ എന്താക്കി? അതിന് മുൻകഴിഞ്ഞ ഇമാമിനെ തഖ്ലീദാക്കി. അബുൽ ഹസൻ ശാദി തങ്ങൾ മാലിക് ഇമാമിനെ തഖ്ലീദാക്കി, അല്ലേ? ഖാജ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിനെ തഖ്ലീദാക്കി. അതുപോലെ ആമ്മത്തുണ്ട്. ആ മദ്ഹബിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ കിതാബ് സുന്നത്തിനോട് യോജിച്ചോ എന്ന് അവരങ്ങ് ചെയ്തോട്ടെ എന്ന് ടോറപ്പെടും. അതിന് എതിർക്കാനോ പിന്തിരിപ്പിക്കാനോ നിൽക്കൂല. وقال رضي الله عنه كان من عادة السلف إذا تنجس الماء القليل, കണ്ടാ കലീലായ വെള്ളം നജസായി എന്ന് വെക്കും. കലീലൊക്കെ 2 കൊല്ലത്തിന് താഴെയുള്ളതിനാണ് കലീൽ. 2 കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം എന്നല്ല, 200 ലിറ്റർ. ഒരു കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ 100 ലിറ്ററാണ്. ബിനജാസത്തി മഅ്കൂലിൽ ലഹമി, മാംസം ഭക്ഷിക്കപ്പാടാകുന്ന സാധനത്തിന് നജാസത്തുണ്ട്. അപ്പോൾ കോഴി, ആട്, അതിന് നജാസത്തുകൊണ്ട് കലീലായ വെള്ളം മുത്തനജിസായി. എന്നാൽ യുക്കല്ലിദൂനൽ ഖൗല ബിതഹാറത്തി, അത് തഹൂറാണ് എന്നുള്ള കൗല് പറ തക്ലീദാക്കും. എല്ലാം വെള്ളം വെറുതെ മറിച്ചളയേണ്ടി വരുന്നതാണ്. വെള്ളം വേസ്റ്റാക്കാൻ നിൽക്കൂല. അല്ലെങ്കിൽ എന്താക്കും? അത് കസീറിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് അതിന് ഉപയോഗപ്രദമാക്കും. ഇപ്പൊ എടുത്ത് മറിപ്പിക്കലാണ്. എന്നാൽ അടിയിലെ ബക്കറ്റും വെച്ച് അവിടെ കട്ടിയിട്ടൊന്നുണ്ട്. അപ്പൊ ഈ ബക്കറ്റിലുള്ള വെള്ളത്തിന്റെ പേരെന്താന്ന്? ഇപ്പൊ മുസ്തഅമല് അല്ലേ? അതിന് കോപ്പി എടുത്തിട്ട് അടുത്ത പോകുന്നവൻ എന്താക്കും? അതിന് കോരിയിട്ട് ഒന്നും ഉണ്ടാക്കും. അപ്പൊ ഈ 2ാമത്തവനിക്ക് ഒന്നും ഉണ്ടാ. അപ്പൊ ഒന്നെങ്കിൽ ആ മഹദൂർ വന്നു, അതല്ല ഇവനാണെങ്കിലോ ആ 15 ലിറ്റർ വെള്ളം എടുത്തിട്ട് കുറച്ചു, അത് വേസ്റ്റാക്കി. വേസ്റ്റാക്കണം എന്താ വേണ്ടപ്പാ? കൊടുക്കല
ഞാൻ വലിയൊരു മസലല്ല, ഈ വെള്ളം എന്തെങ്കിലും ഉപയോഗപ്രദമാക്കാൻ മാർഗം ഉണ്ടാവും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ 15 ലിറ്റർ വെള്ളം നിങ്ങളടുത്ത് മറിക്കാനൊക്കെ എങ്ങനെയാ? അതുകൊണ്ട് നിങ്ങൾ സമുദായത്തിന് ബൈച്ച് ചോറിൻ്റെ പൈസ ദേശം മടക്കി കൊടുത്തുള്ളൂ. അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. തെങ്ങാനൊക്കെ നിങ്ങൾ അയാളെ വെള്ളം ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആടെ മുത്തലജീസായ വെള്ളമായി തെങ്ങ് മുളക്കൂലേ? അതൊന്നൊക്കെ എന്താക്കണം, കുളത്തിക്കൊണ്ടുപോയി വെച്ചിട്ട് അത് കസീറാക്കി മരിക്കുക, അല്ലെങ്കിൽ ഹൗദിൽ ഒഴിച്ചിടുക. ഇല്ല അതെന്തിനാ ഇങ്ങനെ ആക്കി? ഇത് ജനങ്ങളെ ചതിക്കലല്ലേ? ഇത് വലിയ കൊണ്ടുപോയിക്കുക, അതിന് അതിനോട് അത്താറപ്പായിട്ടിട്ട് മണ്ണൂട്ടിട്ട് ആളെ നടന്നാലെന്താ അതിന് കുണ്ടിലേക്ക് പോകും. ഇതാ ചതി. ശബക്കത്തുൽ ഖിദാ എന്നതിന് വരി ചതിക്കുഴിയും അതുപോലത്തെ പരിപാടിയാണ്. നമ്മൾ ആ ബക്കറ്റിൽ 15 ലിറ്റർ 20 ലിറ്റർ വെള്ളം കൊള്ളൂ. ആ വെള്ളത്തിൽ കാട്ടി ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കി കോപ്പി എടുത്തിട്ട് നമ്മൾ എന്താക്കും, മറിക്കാതിരിക്കാൻ കോപ്പയോട് കോരിയിട്ട് ഒന്നും ഉണ്ടാക്കി നമുക്കൊന്നുമില്ല. നമ്മൾ മുദ്രിച്ച് മനയിച്ചാൽ നമുക്ക് തഹാറത്തില്ല, നിൽക്കാറുമില്ല, സകലത്തും മുടക്കണം. ഈ ഫിഖ് തിരിയണ്ടെന്തെങ്കിലും, ഫിഖ് എന്ന് പറഞ്ഞാൽ തിരിച്ചിലെന്ന അർത്ഥം. ഈ മൗകൂലായ സാധനത്തിന്റെ അല്ലാത്ത നജാസത്ത് ഉണ്ടാണെങ്കിൽ അവിടെ മറ്റേ ഖിലാഫില്ല. അതിന്റെ മേലെ വേറെ വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് പിന്നെ അതിന് ഉപയോഗപ്പെടുത്തും. നമ്മുടെ മദ്ഹബിൽ അസ്ഹാബിന്റെ വജഹ് അങ്ങനെ ഒന്നും വേസ്റ്റാക്കാൻ പറ്റൂല. നമ്മളിപ്പം എന്താക്കും, ചോറെല്ലാം വെച്ചതിന് ശേഷം കൈങ്ങനെ കാട്ടും പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈമ വീണ് കൈകലും ആ പാത്രം കഴുകലും ഒറ്റ വെള്ളമാണ്. കൈങ്ങനെ പഠിച്ചിട്ട് കുടിച്ച് കഞ്ഞിവെള്ളം വല്ലതും ആക്കിയാണ് പോയി അവിടെ ഒരു വേപ്പ് വരാം, ആ മരത്തിൻ്റെ കൊണ്ട് പോയി ചോദിക്കുന്നു. മമ്മൂലാർക്കാർ വേപ്പുന്നതിന് പേര് തന്നെ, അതിനെക്കൊണ്ട് വളർന്നു ഒന്നും വിശക്കില്ല. തുന്നുന്ന നൂലുണ്ടെങ്കിൽ ആ നൂല് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് കുട്ടിക്കിട്ടും ഇവിടെ അതിടും. പക്ഷേ ആള് വ്യാഖ്യാനിക്കുന്ന മമ്മൂലാക്ക വലിയ വക്കീലാണെന്നു, ഭയങ്കര വക്കീൽ. ഉറുമ്പിനിട്ടുണ്ടാവില്ല ആർക്കാ? ഉറുമ്പിനെ പടച്ച റബ്ബുണ്ടാകാൻ ഈ ചോറ് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയും. വഖാല റളിയല്ലാഹു അൻഹു കാന സലഫു ഇദാ അറാദു ഇജാറത അഹദിൻ ലിവളീഫത്തി മസ്ജിദിൻ. കണ്ടാ, ഒരു പള്ളിയിൽ ഒരു വളീഫ നടത്താൻ വേണ്ടിയിട്ട് എന്താക്കി ഒരാളെ കൂലിക്ക് കുടിക്കുന്നു. ഒന്ന് പള്ളി അടിച്ചു വരാൻ, അല്ലെങ്കിൽ എന്താക്കും ബാങ്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഹൗലുങ്ങനെ വൃത്തിയാക്കാൻ, ഇങ്ങനെ എന്തെങ്കിലും. യുഅജ്ജിറൂനഹു ബിഹാദിഹി സീഗ, താഴെ പറഞ്ഞ സീഗ പറയും. എന്താണ്? വഹിയ ആജർതുക ലിഅലഖി സുറുജി വഇത്ഫാഇഹ വതഖരീബിൽ മുസ്ഹഫി വസുഊദിൽ മനാറ വനഹൻ ദാലിക്. അവരുടെ ഡ്യൂട്ടി എല്ലാം എടുത്തങ്ങോട്ട് പറഞ്ഞു. നമ്മൾ ഡ്യൂട്ടി അങ്ങോട്ട് ചോദിക്കല, നമ്മൾ അവിടെ വന്നിട്ട് എന്താ വേണ്ടിയെന്ന്, ബാധ വരേണ്ടത് കദഫ വരേണ്ടത് ഇപ്പം ചോദിക്കലാണ്. നടത്തിട്ട് മാറ്റണ്ട. എന്താ, നിന്നെ ഞാൻ കൂലിക്കെടുത്തിരിക്കുന്നു ലിഅലഖി സുറുജ്, എന്താ വിളക്ക് കത്തിച്ച് തൂക്കാൻ. എന്താ ബഹുൽ മിസ്ബാഹുല്ലദി യുസ്റജു ബില്ലൈൽ, രാത്രി തൂക്കുന്ന വിളക്ക്. അന്ന് കറണ്ടില്ല. വയക്കൂനു ഫീഹി ഫതീലത്തും വദുഹുൻ, വിളക്കിലെന്നുണ്ടാകും ഒരു തിരിയുണ്ടാകും, എണ്ണയുണ്ടാകും. വാലഖുഹ താലീഖുഹ വഇസ്റാജുഹ, കത്തിച്ചിട്ട് തൂക്കൽ. അതിന് പെട്രോൾ എക്സലുണ്ടാവും. അതിന് വേണ്ടി നിന്നെ കൂലിക്കെടുത്തോ, അത് ആവശ്യം വരുമ്പോൾ കെടുത്താനും, അതുപോലെ മുസ്ഹഫുകൾ അട്ടിക്ക് വെക്കാൻ, തർത്തീബാക്കിൽ വെക്കാൻ, അതുപോലെ മിനാത്തിൻ്റെ മുകളിൽ റമ്പാൻ കൊടുക്കണ്ടേ. ഇങ്ങനെ അതിനെടുക്കൂല. എന്തുകൊണ്ട്? ലിഅന്ന അഅമാലഹും മബ്നിയത്തുൻ അലൽ ഇഖ്ലാസ്, അത് ഇഖ്ലാസിന് വേണ്ടിയുള്ള പണിയാണ്. ഇത് നാടൻ പണിയാണ്. وقال رضي الله عنه كان سلفنا لا يتكلفون المبادرة والإسراع بالصلاة في أول الوقت. അവലിൽ വക്കത്തെ തന്നെ നിൽക്കിരിക്കണം, അതിന് വേഗത കൂട്ടണം എന്നുള്ള തക്കല്ലുഫ് ഉണ്ടാക്കൂല. അതുകൊണ്ട് അവലൊക്കെ നിൽക്കിരിക്കൂല എന്നല്ല, തക്കല്ലുഫ് അതിനോട് പാടുപെടൽ. അതായത് മറ്റുള്ള പണിയിൽ ഒഴിവാക്കി ബസന്തെല്ലാം കിഴിഞ്ഞ് അങ്ങോട്ടാക്കി അതിനൊന്നും നിൽക്കൂല.
പാടുപെടൽ എന്നില്ല. എന്നാൽ അവല് വക്ത് നിൽക്കൂല എന്നതിന് അർത്ഥമില്ല. അതാ ലാ നെഹബി വന്നില്ല, നെഹബ് ആമല്ല. എന്നാലോ തഹീറോർ ഉദ്ദേശിക്കുന്നില്ല. അവസരം അനുകൂലമല്ലെങ്കിൽ എന്താക്കും, തൽക്കാലം ഒരു 5 മിനിറ്റ് കഴിയിട്ട്. വഖാല റളിയല്ലാഹു അൻഹു, ചിലത് തകല്ലുബ് വല്ലാണ്ട് തകല്ലുബ് യാഗായിട്ട് മാറുന്നുണ്ട്. ഇന്നസ്തനഫ ഇദാ ലം യതമക്കനു മിൻ റകഅതൈൽ ഫജ്രി, ഫജ്റിന്റെ 2 റകഅത്ത് നിസ്കാരമില്ലേ സുബഹിന്റെ, അത് ലം യുസല്ലുഹുമ, അതാണ് ആദ്യം നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലോ നിസ്കാരം കേട്ടിരിക്കില്ല. അതുകൊണ്ട് മക്റൂഹായ സമയം കഴിയട്ടെ എന്ന് വെക്കാനാണ്. അത് അബൂ ഹനീഫ ഇമാമിന്റെ ഖിലാഫുണ്ട്. അത് ലം യുസല്ലുഹുമ ബഅദൽ ഫരീദതി ഇലാ തത്തുൽ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെയും അത് നിസ്കാരത്തിന് ഫർദിന് ശേഷം നിസ്കരിക്കൂല. ഫഇൻ അറാദു ഫിഅലഹാ ഫഅലുഹാ ബഅദ തുലൂഇ ശംസ്, ചെയ്യാൻ ഉദ്ദേശിച്ചാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം നിസ്കരിക്കും. എന്തുകൊണ്ട്? ലിഅന്ന നഹിയ ഇൻദഹും വതഅല്ലുഖും ബിൽ വഖതി, വഖത്തുമായിട്ട് ആ നഹി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അബൂ ഹനീഫ ഇമാമിന് ഖിലാഫുണ്ടല്ലോ. അപ്പം ഖിലാഫുള്ള മസ്അലകൾ അമൽ കൊണ്ടില്ല. വഖാല റളിയല്ലാഹു അൻഹു മിൻ ആദത്തി സലഫി അന്നഹും ലാ യതനഫലൂന ബൈനൽ അസ്രി വൽ മഗ്രിബി, അസ്റിന്റെയും മഗ്രിബിന്റെ ഇടയിൽ സുന്നത്തിരിക്കൂല. അതുപോലെ വബാഖിൽ ഔഖാത്തിൽ മക്റൂഹ, മക്റൂഹായ മറ്റ് സമയത്തും സുന്നത്തിരിക്കൂല. വലാ യുഈദൂനൽ അസ്റ വസ്സുബ്ഹ, സുബ്ഹിനെയും അസ്റിനെയും മടക്കൂല. അതുകൊണ്ട് ലിമാ ഫീ ഹാദൈനിൽ വഖതൈനി മിനൽ ഖറാഹ, ഈ 2 വഖത്തിൽ നിന്നുണ്ട് ഖറാഹത്തുണ്ട്. സുബ്ഹിന് ശേഷം അതാ വഖദ് നബ്ബഹ അലാ ദാലിക ഇമാമുൽ ഖസാലി ഫിൽ ഇഹ്യാ, ഈ മസ്അല ഇഹ്യാ ഉൽമുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. വഖത്തിൻ മക്റൂഹായ സമയത്ത് ആക്കണ്ട. വൈൻ ഖദറൽ ഫഖഹ, ഫഖഹാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട് എന്ത്, സബബ് മുന്തിയതാണെങ്കിൽ പറ്റൂന്ന്. ഇവിടെ സുന്നത്ത് നിസ്കാരത്തിന് സബബ് മുന്തിയതുണ്ട് പിന്തിയതുണ്ട്. ഇപ്പൊ തഹയ്യത്ത് നമസ്കാരം പള്ളി കയറിയതിന് ശേഷം എന്താക്കി സബബ് മുന്തി, അപ്പം പറ്റൂ, പിന്തിയാൻ പറ്റൂല. അപ്പൊ സഫറിന്റെ സുന്നത്തിക്കാരോ പിന്തിയതാണ്. അപ്പൊ മക്റൂഹ സമയത്ത് പറ്റേയില്ല, സഹിയാവൂല. അജിനാണെങ്കിൽ സഹിയാവുന്നുണ്ട്. ഇതിലും അരമസിലാക്കന്മാരൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാനിപ്പൊക്കെ അതാ ഫഖഹാക്കന്മാർ ഒഴിവാക്കിയിട്ടുണ്ട്. സബബുடைய നമസ്കാരങ്ങൾ മക്റൂഹിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി. വഖാല റളിയല്ലാഹു അൻഹു പറയുന്നു, അമലു കസീരിൻ മിനസ് സലഫി അൽ ജംഅ ഫി സഫരിൽ ഖസീർ ബൈന സ്വലാത്തൈനി. കണ്ടാ, സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ധാരാളം ആൾ അമലെന്താണെന്നറിയോ, ഖസീറായ സഫറിലും ജമ്മാക്കും ദുഹൂറും അസ്റും മഗ്രിബും ഇശാവും. ജമ്മിന്റെ വഖത്തിൽ എന്നേ ഉള്ളൂ 4 വഖത്ത്. വൽ ഇത്മാമു ഫി സഫരി തവീൽ, തവീലായ സഫറിൽ ഇത്മാമാക്കലുമാണ് പതിവ്. ഖസീറായ സഫറിൽ എന്താക്കും, ജമ്മാക്കും. നമ്മൾ ചെയ്യുന്നതിന് നേരെ ഒരു അതെത്ര ഹത്താ വിചാരിച്ച സലാസ മറാഹിൽ വിടുന്നത് വരെ. സലാസ മറാഹിലായാൽ പിന്നെ സാധാരണ പോലെ തന്നെ. എന്തുകൊണ്ടാണ് അത് ഖസറാക്കൽ വാജിബാണെന്ന കൗലുണ്ട്. അല്ല, ഷാഫി മദ്ഹബ് 2ാം കോലായി മാറിയത്. وقال رضي الله عنه عمل سلفنا بجهتنا أنهم يخرجون العشر من كل ما أنبتت الأرض. ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ടല്ലോ, അതിൽ നിന്ന് എല്ലാത്തിനും ഉശർ കൊടുക്കും. സക്കാത്തിന്റെ ഓഹരി 10 അതെല്ലാത്തിനും കൊടുക്കും. ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാത്തിനും. ഫിഖ്ഹിൽ എന്താ ഉണ്ടാവില്ല, എല്ലാത്തിനും ഉണ്ടാവില്ല. മുളക്കെ ഇങ്ങനെ ചേമ്പിനൊക്കെ സക്കാത്തുണ്ടാകും. എല്ലാത്തിനും 10 കൊടുക്കും. വലായത്തബിലും നിസാബൊന്നും അടവട്ടയില്ല. എത്ര കിട്ടിയാൽ അതിന്റെ 10. 1 കിലോ ആണെങ്കിൽ 100 ഗ്രാം. എന്താണ് ഇംതിസാലൻ ഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി. അവിടെ നിസാബോ കൈദോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഫിഖ്ഹിൽ പറയാത്തതുണ്ടാവും. ഇശാവും മഗ്രിബ് ഇശാവും മുസ്ദലിഫയിൽ വെച്ച് നഷ്ടപ്പെടുന്നു ഉണ്ടാൽ എന്താക്കണം, ഇവിടെ നാദം തന്നെ എത്തിച്ച് വെച്ചേക്കണം. ഫിഖ്ഹിൽ എവിടെയും കാണൂല.
ചില ഇഖ്തിയാറാത്തുണ്ട്. എന്താണ് ഖുറൂജൻ മിൻ ഖിലാഫി അബീ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മിമ്മ അഖ്റജ്നാ ലക്കും എന്ന അർളി നടന്നുണ്ട് എല്ലാ അമ്മായി എന്ന് പറയും. മടുക്കാൻ പാടില്ല. ഇൽമിനോട് മടുപ്പ് എന്നൊരു സാധനം പറ്റൂല. وقال نفعنا الله به عمل السلف الصالح رضي الله عنهم أنهم لا يعتبرون النصاب في زكاة الحبوب والثمار. പഴങ്ങള് ധാന്യങ്ങൾ മുതലായ വസ്തുവിൽ നിസാബ് പരിഗണിക്കൂല. നിസാബ് ഇല്ലാണ്ട് കഴിച്ചാലുണ്ടല്ലോ. ബൽ യുഖ്രിജൂനൽ ഉശ്റ മിൻ കുല്ലി ഖലീലിൻ ഔ കസീർ. ഖലീലായാലും ശരി കസീറായാലും ശരി 10 കൊടുക്കുക തന്നെ. അത് നെല്ലാവട്ടെ അരിയാവട്ടെ ഗോതമ്പാവട്ടെ എന്തോ. وأنهم يخرجون ما يطلبه الفقراء من الزكاة رطبا قبل جفافه. ഫക്കീറന്മാർ ചോദിച്ചു വരുന്ന സാധനം ഉണ്ടാകുമല്ലോ, അതെന്താക്കുന്നറിഞ്ഞോ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കും. സക്കാത്ത് കുറേറ്റ് കൊടുക്കും. അത് ആ സായിലിൻ്റെ ഹക്കാണ്. സുമ്മ യുഖ്രിജൂന മാ ബഖിയ ബഅദൽ ജഫാഫ്. ഉണങ്ങിയതിന് ശേഷം ബാക്കിയുള്ളത് കൊടുക്കും. قال سيدنا الحبيب عبد الله بن إدريس رضي الله عنه. മുബററ സയ്യിദാണ്, വലിയാണ്, ആരിഫും ബില്ലാഹിയാണ്. അൽ ഹബീബ് അബ്ദുല്ലാഹി ബിൻ അൽ ഐദറൂസ് 1284 ജനിച്ച് 1347 വഫാത്ത്. അടുത്ത കാലം 100 കൊല്ലായി. അക്കാലത്തുള്ള കുറേ ആൾ ജീവിച്ചേ. പുത്തമ്പള്ളിക്ക് ശേഷം 33 നിബച്ചി തങ്ങൾ 37 അല്ലേ, 344 ഉമർ ഷാദലി. അതെ. ഇന്ന അശ്മല അദ്ഇയത്തി വഅഹ്സനഹാ ദുആഉൽ ഖുനൂത്ത്. മുബറ പറയുന്നത് ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും എല്ലാ കാര്യം ഉൾക്കൊണ്ടുവച്ചതും ഏറ്റവും ഹസനത ഖുനൂത്തിലുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫൈത തവല്ലനാ. അങ്ങനെ ഉറങ്ങിച്ചു. അതുപോലെ തന്നെ ജാമിഅ ദുആണ്ട് ഇത് ഇടയിലിരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യം. ولهذا خص به النبي صلى الله عليه وسلم سيدنا الحسن بن علي بن أبي طالب رضي الله عن كلهم أجمعين. അതുകൊണ്ടാണ് അത് തങ്ങൾ ഖാസാക്കിയത്. وكان عمر بن عبد الرحمن اللطاس رضي الله عنه يكدره طول ليله. രാത്രി മുഴുവനും അത് ആവർത്തിച്ചോതും. وكان السلف يقنطون به في الوتر في سائر السنة. കൊല്ലം മുഴുവനത്തിലുള്ള വിത്തറിലും ഇത് ഓതാറുണ്ട് എന്നാണ്. നമുക്ക് റമദാനിലല്ലേ അതല്ല. അപ്പോൾ ഫഖഹിയാത്തിൽ ചില മുഅ്തമദിന് എതിരായിട്ട് വന്നാലും അതൊന്നൊരു പ്രശ്നമല്ല. എല്ലാത്തിനും പഠിക്കണം, അത്രയേ ഉള്ളൂ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു